വഖഫ് നിയമ ഭേദഗതി പൂർണ്ണമായും സ്റ്റേ ചെയ്യാനാകില്ല. സുപ്രീം കോടതി പറഞ്ഞതെന്ത്? സ്വാഗതം ജനൻ ഡിബേറ്റിലേക്ക്. ചർച്ചയ്ക്കായി BJP നേതാവ് അഡ്വക്കേറ്റ് കെ ഗോപാലകൃഷ്ണൻ, കോൺഗ്രസ് നേതാവ് അഡ്വക്കേറ്റ് സേനാപതി വേണു, രാഷ്ട്രീയ നിരീക്ഷകൻ സ്റ്റാലിൻ ദേവൻ എന്നിവർ ഒപ്പം ചേരുകയാണ്. ആദ്യം അഡ്വക്കേറ്റ് സേനാപതി വേണുവിലേക്ക്. അഡ്വക്കേറ്റ് സേനാപതി വേണു, കോടതി കൃത്യമായി പറയുന്നുണ്ട് നിയമ ഭേദഗതി പൂർണ്ണമായും സ്റ്റേ ചെയ്യാനാകില്ല എന്ന്. എന്താണ് മനസ്സിലാക്കേണ്ടത് സുപ്രീം കോടതിയുടെ നിരീക്ഷണത്തിലൂടെ, ഇടക്കാല ഉത്തരവിലൂടെ? ശ്രീ കൃഷ്ണരാജ്, പാർലമെന്റ് പാസ്സാക്കിയ ഒരു നിയമം, സാധാരണഗതിയിൽ പാർലമെന്റ് പാസ്സാക്കിയ ഒരു നിയമം എന്ന് പറഞ്ഞാൽ ഒരു അബ്സല്യൂട്ട് നിയമമായി മാറേണ്ടതാണ്. ആ നിയമത്തിനെതിരെയാണ് കഴിഞ്ഞ ദിവസങ്ങളിലായി ഏതാണ്ട് 73 ഹർജികളും. ആ ഹർജികളിൽ പ്രാഥമികമായ വാദം 2 ദിവസം ചീഫ് ജസ്റ്റിസ് ശ്രീ സഞ്ജീവ് ഖന്ന, അതുപോലെ തന്നെ ജസ്റ്റിസുമാരായ സഞ്ജയ് കുമാർ, ശ്രീ KK വിശ്വനാഥൻ എന്നിവരടങ്ങുന്ന ബെഞ്ച് അതിനെക്കുറിച്ചുള്ള അതിനെതിരെയുള്ള ഈ നിയമത്തിനെതിരെയുള്ള ഒരു പ്രാഥമികമായ വാദം കഴിഞ്ഞ 2 ദിവസമായി ഞാൻ മനസ്സിലാക്കുന്നത് 4 മണിക്കൂർ സമയം. ഈ 4 മണിക്കൂർ സമയം കൊണ്ട് പാർലമെന്റ് പാസ്സാക്കിയ ഒരു നിയമത്തിനെതിരെ സ്റ്റേ കിട്ടും എന്നൊന്നും നമ്മുടെ നാട്ടിൽ നിയമം അറിയാവുന്ന ഒരാൾക്കും പറയാൻ പറ്റത്തില്ല. അത്ര പെട്ടെന്നൊന്നും അങ്ങനെ പാർലമെന്റ് പാസ്സാക്കിയ ഒരു നിയമത്തിനെതിരെ സ്റ്റേ ഉണ്ടാവില്ല. പക്ഷെ ഇവിടെ സ്റ്റേ എന്നതിനപ്പുറത്തേക്ക് പ്രതിപക്ഷവും അതുപോലെ തന്നെ ഈ വഖഫ് നിയമ ഭേദഗതിക്കെതിരെ വാദഗതികൾ ഉയർത്തിയവർ പറഞ്ഞത് അത് പൂർണ്ണമായും ശരിയാണ് എന്ന് സുപ്രീം കോടതി വരെ സമ്മതിച്ചിരിക്കുകയാണ്. അതാണ് ശ്രീ കപിൽ സിബലിന്റെ നേതൃത്വത്തിൽ ആദ്യ ഘട്ടത്തിൽ നടന്ന വാദഗതിയിൽ അതിന് ചോദ്യങ്ങൾക്ക് മറുപടിയായി ഇന്ന് ഉണ്ടായ ഈ ഇടക്കാല വിധിയിലൂടെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പറഞ്ഞതും അത് തന്നെയാണ്. എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പാർലമെന്റിനകത്തും പാർലമെന്റിന് പുറത്തും ഈ നിയമത്തെ എതിർത്തുകൊണ്ട് ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ സമ്പൂർണമായും സുപ്രീം കോടതി അംഗീകരിച്ചു എന്നുള്ളതാണ്. ആ അംഗീകരിച്ചതിന്റെ ഭാഗമായിട്ടാണ് സുപ്രീം കോടതി ഇന്ന് പ്രധാനമായിട്ടും പറഞ്ഞ 2-3 കാര്യങ്ങളുണ്ടല്ലോ. ഒന്ന്, വഖഫ് ബൈ യൂസർ. എന്താ വഖഫ് ബൈ യൂസർ എന്ന് പറഞ്ഞാൽ ഉപയോഗത്തിലൂടെ, അത് രജിസ്റ്റർ ചെയ്യപ്പെട്ടതല്ല, അതല്ലെങ്കിൽ നിയമപരമായി ചെയ്യപ്പെട്ടതല്ല, അത് പാരമ്പര്യമായി ഉപയോഗത്തിലൂടെയുള്ള പ്രോപ്പർട്ടി വഖഫ് ബൈ യൂസർ. അതിനെ ഡീനോട്ടിഫൈ ചെയ്യുകയോ അല്ലെങ്കിൽ മാറ്റുകയോ ചെയ്യാനുള്ള അധികാരം ഇപ്പോഴില്ല. 2, കോടതി വളരെ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നു, വഖഫ് ബോർഡ്, വഖഫ് കൗൺസിൽ, ഇതിലേക്കൊക്കെ എക്സ്-ഒഫീഷ്യ അംഗങ്ങൾ ഒഴിച്ച് ബാക്കി ഒരാളും അമുസ്ലിം ആകാൻ പാടില്ല. കാരണം എന്താ, വഖഫ് ബോർഡും വഖഫ് പ്രോപ്പർട്ടിയും ഇറ്റ് ഈസ് എക്സ്ക്ലൂസീവ്ലി പ്രോപ്പർട്ടീസ് ഓഫ് മുസ്ലിംസ്. അവരാണല്ലോ സംഭാവന ചെയ്യുന്നത്. അപ്പൊ അതിന്റെ നടത്തിപ്പിനോ അല്ലെങ്കിൽ അതിന്റെ മുന്നോട്ടുള്ള ഗതിവിധികളെ നിയന്ത്രിക്കുന്ന ആ സംവിധാനത്തില് എക്സ്-ഒഫീഷ്യോ അംഗങ്ങൾ, അത് ഗവൺമെന്റ് നിയമിക്കുന്ന അംഗങ്ങൾ ഒഴിച്ച് ബാക്കി ഒരാളും മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ളതാകാൻ പാടില്ല എന്ന് ഇപ്പോൾ തൽക്കാലമായിട്ട് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നു. അതോടൊപ്പം തന്നെ സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത് ഇപ്പോഴുള്ള വഖഫ് പ്രോപ്പർട്ടികൾ അത് നിയമപരമായിട്ട് പ്രഖ്യാപിച്ചതാണെങ്കിലും ബൈ യൂസ് ആണെങ്കിലും അതോടൊപ്പം പാരമ്പര്യമായിട്ടുള്ളതാണ് എങ്കിലും അതിന്റെ എല്ലാം സ്റ്റാറ്റസ് കോ എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ നമ്മൾ പറയുന്ന തൽസ്ഥിതി തുടരണം എന്നാണ് അടുത്ത 7 ദിവസത്തിനുള്ളിൽ ഗവൺമെന്റിന് വേണ്ടി അല്ലെങ്കിൽ രാജ്യത്തിന് വേണ്ടി ഗവൺമെന്റ് സത്യവാങ്മൂലം ശ്രീ തുഷാർ മേത്ത വഴി സമർപ്പിക്കുന്നത് വരെയുള്ള ഘട്ടത്തിൽ ഇത്രയും കാര്യങ്ങൾ തുടരണം എന്നുള്ള സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് അടങ്ങുന്ന ഈ 3-അംഗ ബെഞ്ചിന്റെ വിധി എന്ന് പറയുന്നത് ഞങ്ങൾ പാർലമെന്റിനകത്തും പാർലമെന്റിന് പുറത്തും കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ഉയർത്തിയ കാര്യങ്ങളെ കോടതി അംഗീകരിച്ചിരിക്കുന്നു എന്നുള്ളതിന്റെ പ്രത്യക്ഷമായിട്ടുള്ള തെളിവാണ്, പ്രകടമായിട്ടുള്ള തെളിവാണ് ഇന്ന് സുപ്രീം കോടതിയിൽ നിന്നുള്ള ഇടക്കാല ഉത്തരവ്. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, സ്റ്റേ ചെയ്യുക എന്നുള്ളത് പാർലമെന്റ് പാസ്സാക്കിയ ഒരു നിയമം അത്ര പെട്ടെന്ന് 2 മണിക്കൂർ കൊണ്ടോ 4 മണിക്കൂർ കൊണ്ടോ ഒരു വാദഗതി കൊണ്ട് അത് സ്റ്റേ ചെയ്യും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. പക്ഷേ ഞങ്ങൾ ഉയർത്തിയ വാദഗതികളെ സുപ്രീം കോടതി പ്രാഥമികമായി അംഗീകരിച്ചിരിക്കുന്നുവെന്നും ഭരണഘടനയുടെ 14 മുതൽ 21 വരെയുള്ള തുല്യത അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ആർട്ടിക്കിളും 25, 26 മതപരമായിട്ടുള്ള അവകാശങ്ങളും വിശ്വാസങ്ങളും സംരക്ഷിക്കാനായിട്ടുള്ള ഭരണഘടനാപരമായിട്ടുള്ള അവകാശങ്ങളും ഒക്കെ സംരക്ഷിക്കപ്പെടുന്ന ഒരു ബില്ലാണ്, ഉത്തരവാണ് സുപ്രീം കോടതിയിൽ നിന്ന് വന്നിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഒരു നിയമ വിദ്യാർത്ഥി എന്ന നിലയിൽ അല്ലെങ്കിൽ നിയമത്തെ കുറിച്ച് പഠിക്കുന്നവർക്ക് നാളത്തെ തലമുറയ്ക്കും ഒരുപക്ഷെ കേശവാനന്ദ ഭാരതി കേസ് പോലെ തന്നെ ഇത് നിയമ രംഗത്ത് ഒരു സുപ്രധാന വിധിയായി മാറാൻ പോവുകയാണ്. കാരണം ഭരണഘടനയുടെ
അടിസ്ഥാന തത്വങ്ങൾ, ഇപ്പൊ 104 105 ഭരണഘടനാ ഭേദഗതികൾ ഉണ്ടായിരിക്കുന്ന ഈ രാജ്യത്ത് ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങൾക്ക് വിരുദ്ധമായ രീതിയിൽ പാർലമെന്റിന് ഒരു നിയമം പാസാക്കാൻ കഴിയില്ല എന്നുള്ള സുപ്രധാനമായ ഒരു വിധി ഈ കേസിന്റെ അന്തിമമായ വാദഗതികൾ പൂർത്തീകരിക്കുമ്പോൾ ഉണ്ടാകുമെന്നാണ് എന്നെ പോലുള്ള ആളുകൾ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് ഒന്നാം ഘട്ടത്തിൽ ഞങ്ങൾ പറയുന്നു, ഞങ്ങൾ ഈ ബില്ലിനെതിരെ, ഈ വഖഫ് നിയമ ഭേദഗതിക്കെതിരെ ഉയർത്തിയ മുഴുവൻ വാദഗതികളും അത് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു. കോടതിയും ആ വഴിക്കുള്ള ചോദ്യങ്ങളാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിൽ ഭരണഘടനാ വിരുദ്ധവും അതോടൊപ്പം തന്നെ മതസ്വാതന്ത്ര്യത്തിന് വിരുദ്ധവുമായ ചില കാര്യങ്ങൾ ഈ ബില്ലിൽ അടങ്ങിയിരിക്കുന്നു എന്ന കാര്യം സുപ്രീം കോടതി അത് അംഗീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. സ്റ്റേ ഇതിന് വന്നില്ല എങ്കിലും സ്റ്റാറ്റസ് കോ നിലനിർത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സുപ്രീം കോടതി ഇടക്കാല ഉത്തരവിലൂടെ, വിധിയിലൂടെ പുറപ്പെടുവിച്ചിരിക്കുന്ന കാര്യങ്ങൾ എന്ന് ശ്രീ കൃഷ്ണരാജെ ഒന്നാം ഫേസിൽ ആമുഖമായി ഈ ചർച്ചയിൽ പറയാൻ ഞാൻ വരാം. ശ്രീ സ്റ്റാലിൻ ദേവൻ, ഈ വഖഫ് പൂർണ്ണമായും സ്റ്റേ ചെയ്യാനാകില്ല എന്ന് പറയുന്നുണ്ട്. ഈ സുപ്രീം കോടതിയുടെ നിരീക്ഷണത്തിൽ തെളിയുന്നത് എന്താണ്? അതായത് ഈ എതിർത്തവരെ, അവരുടെ വാദങ്ങളെ തൽക്കാലത്തേക്കെങ്കിലും അംഗീകരിക്കുന്നതോ? കോടതി പറയാതെ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൽ ശരിയും ഉണ്ട് തെറ്റും ഉണ്ട് എന്നുള്ളതാണ്. അതായത് കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ട് നമ്മൾ ഈ വഖഫ് ആക്റ്റിലെ പല സെക്ഷനുകളും, ഫോർ എക്സാമ്പിൾ സെക്ഷൻ 40, സെക്ഷൻ 108A, അതായത് ഓവർ റൈഡിങ് എഫക്റ്റ്, പിന്നെ 107 അത് വന്നിട്ട് ലോ ഓഫ് ലിമിറ്റേഷൻ ബാധകമല്ല എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചർച്ച ചെയ്തു. ഇതൊരു ഡ്രാക്കോണിയൻ നിയമമാണെന്ന് നമ്മൾ വിളിച്ചു പറയുകയും ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പുതിയ വഖഫ് ഭേദഗതി നിയമത്തിൽ ചില സെക്ഷനുകൾ അപ്പാടെ മാറ്റിക്കളഞ്ഞു. ഇന്നലെ ഇന്ത്യയിലെ അതിന് ഏറ്റവും പ്രഗത്ഭനായ അഡ്വക്കേറ്റ് കപിൽ സിബൽ സാറാണ് ഈ മെയിനായിട്ട് വാദങ്ങൾ ഉന്നയിച്ചത്. ഈ മാറ്റിയ ഒരു സെക്ഷനെക്കുറിച്ച് പോലും അദ്ദേഹം ഒരു വാക്ക് പോലും ഉരിയാടിയിട്ടില്ല എന്നുള്ളതാണ്. പൂർണ്ണമായും എടുത്ത് കളഞ്ഞത്, ഈ BJP ഗവൺമെൻറ് പൂർണ്ണമായും എടുത്ത് കളഞ്ഞ ഒരൊറ്റ സെക്ഷനെ പോലും പറ്റിയിട്ട് കപിൽ സിബൽ സാറ് അല്ലെങ്കിൽ മറ്റ് രണ്ടുപേരും കൂടി വാദിച്ചായിരുന്നു. അവരാരും തന്നെ ഒരു വിധത്തിലുള്ള ആരോപണങ്ങളും ഉന്നയിച്ചില്ല എന്നത് തന്നെ കാണിക്കുന്നത് അതൊക്കെ ഭരണഘടനാ വിരുദ്ധങ്ങൾ ആയിരുന്നു എന്നാണ്. അപ്പോൾ അങ്ങനെ ഉള്ള കാര്യങ്ങൾ ഒരു സൈഡിൽ ഉണ്ട്. അപ്പോൾ മറു സൈഡിൽ മറ്റു കുറച്ച് ഡ്രോബാക്സും ഉണ്ട്. അതായത് ഈ വഖഫ് ബോർഡെന്ന് പറയുന്ന ഒരു ബോഡി കോർപ്പറേറ്റാണ്, ഒരു കമ്പനി അല്ലെങ്കിൽ ഒരു കോർപ്പറേഷൻ്റെ സമാന സ്വഭാവത്തിൽ ഉള്ള ഒരു സാധനമാണ്, ഗവൺമെൻറ്റിൻ്റെ ഒരു ഓർഗനാണ്. അതിന് മതപരവുമായിട്ട് യാതൊരുവിധ ബന്ധവും ഇല്ല. നമ്മുടെ സേനാപതി സാറ് പറഞ്ഞതുപോലെ ഇതിന് ആർട്ടിക്കിൾ 26 അടിയിലുള്ള യാതൊരുവിധ അവകാശങ്ങളും ക്ലെയിം ചെയ്യാൻ സാധിക്കില്ല. ഈ ആർട്ടിക്കിൾ 26 വന്നിട്ട് റിലീജിയസ് ഡിനോമിനേഷന് വേണ്ടി മാത്രം ഉള്ളതാണ് എന്ന് സുപ്രീം കോടതി തന്നെ ആൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മെയിൻ വാദം ഇതിനെ, ഈ വഖഫ് ബോർഡിനെ ആർട്ടിക്കിൾ 26 അടിയിൽ കൊണ്ടുവരാൻ ഉള്ള ഒരു ശ്രമമായിരുന്നു. എന്നാൽ ഞാൻ ഇവിടെ പറഞ്ഞ ഈ കാര്യം തുഷാർ മേത്ത സാറ് ഒരിക്കൽ പോലും ഉന്നയിച്ചില്ല എന്നുള്ളതാണ് എന്നെ ആശ്ചര്യപ്പെടുത്തിയ ഒരു കാര്യം. അടുത്തതായിട്ട് പറയേണ്ടത്, നമ്മൾ വഖഫ് ബൈ യൂസർ, ഇന്ന് സുപ്രീം കോടതി ഒരു സ്റ്റേ തന്നു. നമ്മളെ സേനാപതി സാറ് പറഞ്ഞതുപോലെ ഞങ്ങൾ ഉന്നയിച്ച കാര്യങ്ങളായിരുന്നു എന്ന് പറയുന്നു. നമ്മൾ ഇപ്പോൾ കൊണ്ടുവന്ന നിയമത്തിൻ്റെ 3E വായിക്കുകയാണെങ്കിൽ അവിടെ എഴുതിയിരിക്കുന്നത്, പ്രൊവൈഡഡ് ദാറ്റ് the existing waqf by user properties registered on or before the commencement of the Waqf Amendment Act 2025 as waqf by user will remain as waqf properties എന്നാണ് പറയുന്നത്. അദ്ദേഹം പറയുന്നത് പോലെ വഖഫ് ബൈ യൂസർ ഒന്നും എടുത്ത് കളയാൻ ഈ അമെൻമെൻറ്റിൽ യാതൊരു ഇതുമുണ്ടായിരുന്നില്ല. ഈ അമെൻമെൻറ്റ്, ഈ പുതിയ ആക്ട് വരുന്ന ദിവസം മുതൽ അതിന് മുമ്പ് എന്നെങ്കിലും ഈ വഖഫ് ബൈ യൂസറായിട്ട്, അതായത് 1923 തൊട്ട് ഈ കഴിഞ്ഞ 7-ാം തീയതി വരെ വഖഫ് ബൈ യൂസറായിട്ട് അവർക്ക് പ്രോപ്പർട്ടീസ് രജിസ്റ്റർ ചെയ്യാമായിരുന്നു. വന്ന എല്ലാ സബ്സിക്വൻ്റ് ആയിട്ടുള്ള ആക്റ്റുകളിലും ഈ രജിസ്ട്രേഷൻ ഓഫ് വഖഫ് പ്രോപ്പർട്ടീസ് വാസ് മെയ്ഡ് മാൻഡേറ്ററി, നിർബന്ധമായും ചെയ്യണമായിരുന്നു. പക്ഷേ കഴിഞ്ഞ 103 വർഷത്തിനകത്ത് അങ്ങനെ ചെയ്യാത്ത പ്രോപ്പർട്ടികളെ മാത്രമേ എക്സ്ക്ലൂഡ് ചെയ്തിരുന്നുള്ളൂ. എന്നിട്ട് അതിൽ പറഞ്ഞെന്താണ്,
അങ്ങനെ ഇതിന് പുറത്തുള്ള രജിസ്റ്റർ ചെയ്യപ്പെടാത്ത ഏതെങ്കിലും വഖഫ് ബൈ യൂസർ പ്രോപ്പർട്ടീസ് ഉണ്ടെങ്കിൽ, അതിലെന്തെങ്കിലും കേസുകൾ ഉണ്ടെങ്കിൽ, ഡിസ്പ്യൂട്ട് എന്ന് നമ്മൾ ലീഗൽ സെൻസിൽ നോക്കുമ്പോൾ ഈ ഏതെങ്കിലും കോടതിയുടെ മുമ്പാകെ ഉള്ള തർക്കം, അല്ലാതെ രണ്ട് വ്യക്തികൾ തമ്മിലുള്ള തർക്കമല്ല. ഇന്നലെ കപിൽ സിബൽ സാർ പറയുന്നു ആരെങ്കിലും വിളിച്ച് പറഞ്ഞാൽ മതിയല്ലോ അത് വഖഫ് അല്ല. അങ്ങനെയല്ല. ഒരു കോടതി മുമ്പാകെ എവിടെയെങ്കിലും ഒരു ലീഗൽ അതോറിറ്റിയുടെ മുമ്പിൽ ഒരു ഡിസ്പ്യൂട്ട് ഉണ്ടെങ്കിൽ അത് ആ അതോറിറ്റി തീരുമാനിക്കുന്ന മുറയ്ക്കും, അല്ലാത്ത പക്ഷം ഗവൺമെൻറ് പ്രോപ്പർട്ടിയാണെന്ന് കണ്ടെത്തുന്നത് എങ്കിൽ അത് ഗവൺമെൻറ് പ്രോപ്പർട്ടി ആയിട്ടും തുടരും എന്നാണ്. അപ്പോൾ ഇന്നത്തെ കോടതി സ്റ്റേ ചെയ്തതിൽ ഏകദേശം 65% കാര്യം ഈ വഖഫ് ആക്ടിൻ്റെ തന്നെ പുതിയ ഭേദഗതി നിയമത്തിൽ തന്നെ ഉണ്ടായിരുന്ന ഒരു കാര്യമാണ്. അതായത് ഈ ആക്ട് വരുന്നതിന് തൊട്ട് തലേ ദിവസം മുമ്പ് വരെ ഏതെങ്കിലും ഒരു വഖഫ് ബൈ യൂസർ എന്നുള്ള നിലയിൽ ഏതെങ്കിലും പ്രോപ്പർട്ടി രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അതിൽ ടച്ച് ചെയ്യില്ല എന്നാണ് ഈ വഖഫ് ഭേദഗതി നിയമത്തിൽ കൊണ്ടുവന്നത്. അപ്പോൾ കോടതി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ തൽക്കാലം ആ സ്റ്റാറ്റസ് കോ മെയിൻറ്റെയിൻ ചെയ്യുക. അതായത് ഈ രജിസ്റ്റർ ചെയ്യപ്പെടാത്ത പ്രോപ്പർട്ടിയിൽ അല്ലെങ്കിൽ രജിസ്റ്റർ ചെയ്യപ്പെടാത്ത പ്രോപ്പർട്ടിയിൽ ഏതെങ്കിലും ഗവൺമെൻറ് പ്രോപ്പർട്ടി ആണെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ടേക്ക് ഓവർ ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ കോടതിയിൽ എന്തെങ്കിലും കേസ് നടക്കുകയും അത് നടക്കട്ടെ. അതായത് ഇതിലൊക്കെ ബന്ധപ്പെട്ട കക്ഷികൾക്ക് യാതൊരു വിധത്തിലും ഉള്ള നഷ്ടം വരാൻ പാടില്ല. രണ്ടാമത് ലീഗലി നമ്മൾ നോക്കുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ ആർട്ടിക്കിൾ 26 അടിസ്ഥാനത്തിൽ നമ്മുടെ ഹൈക്കോടതി ഇതിനെ 1993 ഒരു പ്രസിദ്ധമായ ഒരു ജഡ്ജ്മെൻറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫസൽ പൂക്കോയത്തങ്ങൾ അദ്ദേഹമായിരുന്നു അന്നത്തെ നമ്മളെ ഈ വഖഫ് ബോർഡിൻ്റെ ചെയർമാൻ. അദ്ദേഹം ഈ ആർട്ടിക്കിൾ 26 അടിയിലുള്ള പരിരക്ഷ ആവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയിൽ പോയി. ഒരു കേസിൽ ഒരു വിധവയായ ഒരു മുസ്ലിം സ്ത്രീക്ക് മെയിൻ്റനൻസ് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട കേസായിരുന്നു. അതിൽ ഹൈക്കോടതി പറഞ്ഞു, സുപ്രീം കോടതി ഉത്തരവുകളെ കോട്ട് ചെയ്തുകൊണ്ട് പറഞ്ഞു, ഇതിന് ഈ വഖഫുകൾക്കൊക്കെ മതപരമായ ചടങ്ങുകളും കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്ന ഒരു സംവിധാനമാണ്. പക്ഷേ വഖഫ് ബോർഡിന് വന്നിട്ട് മതപരമായി യാതൊരു ബന്ധവുമില്ല. ഇറ്റ് ഹാസ് നോ ഫെയ്ത്ത് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ വഖഫ് ബോർഡുകൾ വന്നിട്ട് ഒരു ബോഡി കോർപ്പറേറ്റ് മാത്രമാണെന്നാണ് നമ്മുടെ നേരത്തെ 1995 തന്നെ വഖഫ് ആക്ടിൻ്റെ സെക്ഷനിൽ 13 പറയുന്നത്. അപ്പോൾ ഒരു ബോഡി കോർപ്പറേറ്റിൽ വന്നിട്ട് ഇന്ന കക്ഷികളെ മാത്രമേ അപ്പോയിൻറ്റ് ചെയ്യാവൂ എന്നില്ല. എന്നിരുന്നാൽ തന്നെയും ഇവിടുത്തെ സാധാരണ മുസ്ലിം സഹോദരന്മാരെ സംബന്ധിച്ചിടത്തോളം ഈ ദേവസ്വം ബോർഡ് പോലെയുള്ള അവരുടെ ബോർഡാണ് വഖഫ് ബോർഡ് എന്നൊരു ധാരണയുണ്ട്. അപ്പോൾ എന്തിനാണ് ഈ നോൺ മുസ്ലിംസിന് ഈ വഖഫ് ബോർഡിൽ അപ്പോയിൻറ്റ് ചെയ്യണം അല്ലെങ്കിൽ വഖഫ് കൗൺസിലിൽ അപ്പോയിൻറ്റ് ചെയ്യണം എന്നൊരു തീരുമാനം സർക്കാർ എടുത്തത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം ആരുടെയും റിലീജിയസ് സെൻറ്റിമെൻറ്റ്സിനെ ഹർട്ട് ചെയ്യേണ്ട ആവശ്യം ഇല്ലായിരുന്നു. അങ്ങനെയാണ് ഈ 2 പേരെ നോൺ മുസ്ലിംസിനെ ഇതിൽ അപ്പോയിൻറ്റ് ചെയ്യണം എന്നുള്ള ഈ പുതിയ നിയമത്തിൽ വന്നിരുന്നത്. അതൊരു പക്ഷേ കൊണ്ടുവന്നില്ലാതെ ഇരുന്നു എങ്കിൽ ഇന്ന് ഈ സുപ്രീം കോടതിയിൽ നടന്ന വാദത്തിൽ തുഷാർ മേത്തയ്ക്ക് വളരെ ഭംഗിയായിട്ട് വാദിക്കാൻ കഴിയുമായിരുന്നു. അദ്ദേഹത്തെ ഡിഫെൻസീവ് ആക്കിയ ഒരു ഈ നിയമം ഇതായിരുന്നു. അതായത് ഈ ബോർഡുകളിൽ നോൺ മുസ്ലിംസിനെയും കൊണ്ട് അപ്പോയിൻറ്റ് ചെയ്യുക. ഇത് അഥവാ ഒരു ബോർഡിൽ 11 മെമ്പേഴ്സ് ഇപ്പോൾ നമ്മുടെ വഖഫ് ബോർഡിൽ വന്നു കഴിഞ്ഞാൽ അതിൽ 2 നോൺ മുസ്ലിംസ് ആൾക്കാരെ കൊണ്ട് വച്ചിട്ട് ഒരു ഉപയോഗവും ഉണ്ടാകാൻ പോകുന്നില്ല. കാരണം അവിടെ മെജോറിറ്റി ഡിസിഷൻ മാത്രമേ എടുക്കത്തുള്ളൂ. അതുകൊണ്ട് സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മുസ്ലിം മത വിഭാഗത്തിലുള്ള ആൾക്കാരുടെ റിലീജിയസ് സെൻറ്റിമെൻറ്റ്സ് ഹർട്ട് ചെയ്യാം എന്നല്ലാതെ മറ്റൊരു യാതൊരു വിധത്തിലുമുള്ള ഉപയോഗവും ഉണ്ടാകാൻ പോകുന്നില്ല. ഞാൻ അങ്ങനെയൊക്കെ വരാം. അഡ്വക്കേറ്റ് സേനാപതി വേണു, ഈ ജനങ്ങളുടെ ആവശ്യങ്ങൾ പരിഗണിച്ചു, വിശദമായി നിയമഭേദഗതി വന്നാൽ എന്തെന്ന് പഠിച്ചു. ഇന്ന് കേന്ദ്രം സുപ്രീം കോടതിയിൽ പറഞ്ഞ കാര്യമാണ്, കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ചതും അതുതന്നെ. അതായത് നിയമഭേദഗതി സാധ്യമായാലും ഇതൊക്കെ സംഭവിക്കുമെന്ന് കേന്ദ്ര സർക്കാരിന് അറിയാമായിരുന്നു. ഇതൊക്കെ പ്രതീക്ഷിച്ചിട്ടാണ് കേന്ദ്രം ഇറങ്ങിത്തിരിച്ചത് എന്നല്ലേ? സുപ്രീം കോടതി ഒരു കാര്യം വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ. സുപ്രീം കോടതി ഒരു നിയമത്തെ വ്യാഖ്യാനിക്കുമ്പോൾ അത് തെറ്റാണ് എന്ന് പാർലമെന്റിന് നിയമം പാസ്സാക്കാൻ പറ്റത്തില്ല. പാർലമെന്റിന് സബ്സിക്വന്റ് ആയിട്ട് നിയമം പാസ്സാക്കി സുപ്രീം കോടതി ഒരു കാര്യത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നതിനെ സംബന്ധിച്ച് പുതിയ നിയമങ്ങൾ പാസ്സാക്കാം എന്നത് ശരിയാണ്. അതല്ലാതെ സുപ്രീം കോടതി ഒരു കാര്യം പറഞ്ഞു അതെല്ലാം തെറ്റാണ്, പാർലമെന്റ് പറയുന്നത് മാത്രം ശരി എന്ന ഒന്നിലേക്ക് പോകാനായിട്ട് കഴിയില്ല. ഇവിടെ കൃഷ്ണരാജ് പറഞ്ഞ ഒരു കാര്യം ശരിയാണെന്ന്, പൗരന്മാരുടെ
എന്താ പറഞ്ഞ സ്വത്തുക്കളും അതോടൊപ്പം തന്നെ അവര് ജീവിക്കുന്ന ഒരു രാജ്യത്തെ അവരുടെ അവകാശങ്ങളും അവരുടെ മനസ്സിൽ ഉത്കണ്ഠയും ഉണ്ടാകാതെ നിയമങ്ങൾ പാസ്സാക്കട്ടെ. ആ കാര്യത്തിൽ ഒരാൾക്കും തർക്കമില്ല. പക്ഷെ ഇവിടെ പാസ്സാക്കിയിരിക്കുന്ന നിയമത്തിൽ ഇവിടെ എനിക്ക് ശേഷം സംസാരിച്ച നിയമവിദഗ്ധൻ ചൂണ്ടിക്കാണിച്ചതുപോലെ ഇതിനകത്ത് വരുന്ന ഒരു സംശയം ഇതല്ലേ, 2 നോൺ മുസ്ലിം അംഗങ്ങൾ ഇതിന്റെ അകത്ത് വരണം എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ആ നിയമത്തിൽ ശഠിക്കുമ്പോൾ അതിന്റെ ഉദ്ദേശം സദുദ്ദേശമല്ല, അതിൽ ദുരുദ്ദേശമുണ്ട്. ആ ദുരുദ്ദേശങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇവിടെ വളരെ കൃത്യമായും അതിന് ഉത്തരം വേണം. ആ ഉത്തരം ഇന്ന് തുഷാർ മേത്തയ്ക്ക് പറയാൻ കഴിഞ്ഞിട്ടില്ല. അദ്ദേഹം പറഞ്ഞത് ഒരാഴ്ച കാലത്തെ സമയം കൊടുത്തിരിക്കുന്നു, ഈ കാര്യത്തിൽ വിശദമായ സത്യവാങ്മൂലം സമർപ്പിക്കുമെന്ന്. എന്ത് ആവശ്യം? അപ്പൊ കോടതി ചോദിച്ചൊരു കാര്യമുണ്ട്. ഇപ്പൊ ഇദ്ദേഹം പറഞ്ഞത് ഇതൊരു എന്താ പറഞ്ഞ കോർപ്പറേറ്റ് ബോഡിയോ അതല്ലെങ്കിൽ ഒരു രജിസ്ട്രേഡ് ഓർഗനൈസേഷനോ എന്നതിനപ്പുറത്തേക്ക് ഇത് വഖഫ് ബോർഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എക്സ്ക്ലൂസീവ്ലി മുസ്ലിംസ് അവർ ഡൊണേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ സംഭാവന ചെയ്യുന്ന അവരുടെ സ്വത്ത്, ആ സ്വത്തുമായി ബന്ധപ്പെട്ടത് അതിനകത്ത് മറ്റൊരു സമുദായത്തിനോ ജാതികൾക്കോ അല്ലെങ്കിൽ മറ്റാർക്കും അവകാശമോ അധികാരമോ ഇല്ല എന്നുള്ളത് വളരെ കൃത്യമായ ഒരു കാര്യമാണ്. അപ്പോ ഇവിടെ ദേവസ്വം ബോർഡിന്റെയോ അല്ലെങ്കിൽ ഹിന്ദു ടെമ്പിൾസിനെയോ അല്ലെങ്കിൽ ഹിന്ദു റിലീജിയൻസിന്റെ ഇതുപോലുള്ള ട്രസ്റ്റുകളുടെ ഒക്കെ കാര്യത്തിൽ അത് തന്നെയാണ് സുപ്രീം കോടതി ചോദിച്ച ഒരു ചോദ്യം. അങ്ങനെയാണ് എങ്കിൽ അവിടെ ഇപ്പൊ ഉദാഹരണത്തിന് നമ്മുടെ തിരുപ്പതി ദേവസ്വം സ്ഥാൻ, അവിടെ ഇനിയിപ്പോ ഇതിന്റെ ഭംഗിയായ നടത്തിപ്പിന് 2 പേരെ മുസ്ലിംസിനെയും കൂടെ ഇതിനകത്ത് നോമിനേറ്റ് ചെയ്യണം എന്ന് ഇപ്പോഴത്തെ ഈ വാദഗതിയിൽ അങ്ങനെ അവരൊരു ആവശ്യം ഉന്നയിച്ചു കഴിഞ്ഞാൽ ആ ആവശ്യം എവിടെയെങ്കിലും അംഗീകരിക്കപ്പെടുവോ? അല്ലെങ്കിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ, കൊച്ചിൻ ദേവസ്വം ബോർഡിൽ, മലബാർ ദേവസ്വം ബോർഡിൽ നമുക്കിപ്പോ നേരിട്ടറിയാവുന്ന കാര്യം, അവിടെ നോൺ ഹിന്ദുസ് ആയ ആരെയെങ്കിലും ക്രിസ്ത്യൻ സമുദായത്തിൽ നിന്നോ അല്ലെങ്കിൽ മുസ്ലിം സമുദായത്തിൽ നിന്നോ 2 പേരെ അതിന്റെ അകത്ത് കൂടി നോമിനേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞാൽ അതുണ്ടാക്കുന്ന ഒരു 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 എന്താ പറഞ്ഞ ഒരു വികാരം എന്തായിരിക്കും? അത് തന്നെയാണ് ഇവിടെയും സംഭവിച്ചിരിക്കുന്നത്. അതാണ് സുപ്രീം കോടതിയും ചോദിച്ചിരിക്കുന്ന ഒരു ചോദ്യം. അപ്പൊ അതുകൊണ്ട് ഈ ഇവിടെ മുമ്പ് സൂചിപ്പിച്ചതുപോലെ പറഞ്ഞ പോലെ ഈ റിലീജിയസ് സെന്റിമെന്റ്സ് ഹർട്ട് ചെയ്യുക അതല്ല, ആ രീതിയിലുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഈ 2 പേരെ കൂടി ഇതിൻ്റെ അകത്ത് നിയമിക്കണം എന്ന് പറഞ്ഞിരിക്കുന്നത്. അത് നിശ്ചയമായിട്ടും അത് ആർട്ടിക്കിൾ 26 വയലേഷൻ ആണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. എന്തൊക്കെ വ്യാഖ്യാനങ്ങളും എന്തൊക്കെ നിർവചനങ്ങളും വഖഫ് എന്നതിന് നമ്മൾ കൊടുത്തു കഴിഞ്ഞാലും അത് മതപരമായ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടതാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതുകൊണ്ട് തന്നെയാണ് ഇതിനെക്കുറിച്ച് ചർച്ച വരുമ്പോൾ സുപ്രീം കോടതിയുടെ തന്നെ ഒരു നിരീക്ഷണത്തിൽ അതിൻ്റെ അകത്ത് അതിൻ്റെ ഒരു വയലേഷൻ ഉണ്ട് എന്ന് ഭംഗ്യം തരേണ കോടതി സൂചിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഒരു വിഭാഗത്തെയും ആ രീതിയിൽ എന്താ പറഞ്ഞ മാനസികമായി ബുദ്ധിമുട്ടിപ്പിക്കാതെ സദുദ്ദേശത്തോടു കൂടി പാസ്സാക്കുന്ന നിയമങ്ങൾ അതുണ്ടാകട്ടെ. അതിനെക്കുറിച്ചുള്ള ഒരു ചർച്ച വരും ദിവസങ്ങളിൽ വരും ഈ കാര്യത്തിൽ. കാരണം ഇതിന്റെ വിശദമായ വാദഗതികൾ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അങ്ങനെ വരട്ടെ. അപ്പോൾ വന്നു കഴിയുമ്പോൾ ഇതിനകത്ത് ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ളതോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മതവിഭാഗത്തിന്റെ ന്യൂനപക്ഷത്തിന്റെയോ അല്ലെങ്കിൽ ഭൂരിപക്ഷത്തിന്റെയോ അവരുടെ അവകാശങ്ങൾ കവർന്നെടുക്കുന്നതായി എന്തെങ്കിലും ഉണ്ട് എങ്കിൽ അത് സുപ്രീം കോടതിയിൽ കൃത്യമായി അതിനെതിരെയുള്ള ഉത്തരവുകൾ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ശ്രീ കൃഷ്ണരാജ്. യെസ്, ശ്രീ സ്റ്റാലിൻ ദേവൻ, അങ്ങ് നേരത്തെ പറഞ്ഞുവല്ലോ ഒരുപക്ഷെ ഈ അമുസ്ലിങ്ങൾ വഖഫ് ബോർഡിൽ എന്ന പോയിന്റ് ഒരു പരിധിവരെ ഡിഫെൻസീവാണ് എന്ന്. പക്ഷെ അത് ഒരു തന്ത്രപരമായ പ്രതിരോധമാണെങ്കിലോ? അല്ലല്ല, തന്ത്രപരമായ പ്രതിരോധമല്ല. അത് പാർലമെൻറ്റിൽ വേണമെങ്കിൽ അങ്ങനെ കാണിക്കാം. പക്ഷേ നമ്മൾ ഈ കേസ് സുപ്രീം കോടതിയിൽ ഡിഫെൻഡ് ചെയ്യേണ്ടി വരുമ്പോൾ നമ്മളെ ഡിഫെൻഡ് ചെയ്യുന്ന വക്കീലിനെ തന്നെ ഒരു ബുദ്ധിമുട്ടിലാക്കുന്ന അങ്ങനെയുള്ള ഒരു കാര്യം കൊണ്ടുവരേണ്ട കാര്യമില്ലായിരുന്നു. അതുപോലെ തന്നെയാണ് എനിക്ക് ആദ്യം മുതൽ തന്നെ എതിർപ്പുണ്ടായിരുന്നത്. ഒരാൾക്ക് വഖഫ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അയാൾ 5 വർഷം മുസ്ലിമായി പ്രാക്ടീസ് ചെയ്യണം എന്നുള്ളത്. അതും ഈ ജന്മനാ മുസ്ലിമായ ആൾക്കാർക്കത് ആ ഒരു പ്രശ്നം വരുന്നില്ല. കാരണം ഒരു പ്രായപൂർത്തി ആളിന് മാത്രമേ വഖഫ് ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ആ പ്രായപൂർത്തി എത്തുന്നതോടുകൂടി തന്നെ അവർ 5 വർഷം പ്രാക്ടീസിങ് മുസ്ലിം ആയിരിക്കും. എന്നിരുന്നാൽ തന്നെയും അഥവാ ഒരു ഹിന്ദുവിന് അല്ലെങ്കിൽ ക്രിസ്ത്യാനിക്ക് അല്ലെങ്കിൽ ഒരു സിഖ് പുള്ളിക്ക് പുള്ളിയുടെ മൗലികാവകാശങ്ങളുടെ അടിസ്ഥാനത്തിൽ പുള്ളിക്ക് അഥവാ വഖഫ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഉണ്ടാക്കിക്കോട്ടെ, അതിനൊരു റെസ്ട്രിക്ഷൻ കൊണ്ടുവയ്ക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. അതും ഈ സർക്കാരിനെ നിസ്സാരമായ ഒരു കാര്യമാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സെക്ഷൻ 40 എടുത്ത് കളഞ്ഞതിനെ കുറിച്ചിട്ടോ 107 108A അങ്ങനെയുള്ള ഡ്രാക്കോണിയൻ സെക്ഷൻസ് എടുത്ത് കളഞ്ഞതിനെ കുറിച്ചിട്ട് ഈ പ്രതിപക്ഷ കക്ഷികൾക്ക് അല്ലെങ്കിൽ അവരുടെ വക്കീലന്മാർക്ക് യാതൊരു വിധത്തിലുള്ള ആർഗ്യുമെൻ്റ് ഉണ്ടായിരുന്നില്ല. എന്നാൽ അവിടെ ഈ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ഇട്ട് കൊടുത്തിട്ട് സ്വന്തം വക്കീലിനെ തന്നെ ഒരു പ്രതിരോധത്തിലാക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ബുദ്ധിപരമായ നീക്കം ആണ് എന്ന് ഞാൻ ഒരിക്കലും കരുതില്ല. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു ഈ ഇതിൽ പിന്നെ അദ്ദേഹം പറഞ്ഞ
ഈ മറ്റൊരു കാര്യമുണ്ട്. ഈ വഖഫ് ബോർഡിൽ വേറൊരു ആംഗിളിൽ നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ സർക്കാർ 95 കൊണ്ടുവന്ന വഖഫ് ആക്റ്റിൽ എനി പേഴ്സൺ ക്യാൻ ക്രിയേറ്റ് എ വഖഫ് എന്ന് പറഞ്ഞിരുന്നു. അതായത് ഞാൻ നാളെ ഒരു വഖഫ് ഉണ്ടാക്കുന്നു, ഞാൻ താങ്കളെ തന്നെ മുത്തവലിയാക്കുന്നു, രണ്ടുപേരും നമ്മൾ ഹിന്ദു ആണെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ ഒരു സിനാറിയോ വരുമ്പോൾ, അങ്ങനെ നിങ്ങളുടെ ആക്ടിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്, 95 സെക്ഷൻസ് അനുസരിച്ചാണെങ്കിൽ എനി പേഴ്സൺ ക്യാൻ ക്രിയേറ്റ് വഖഫ്. അപ്പോൾ ഞാനൊരു വഖഫ് ഉണ്ടാക്കിയിട്ട് അങ്ങേ അതിൻ്റെ മുത്തവലിയാക്കി നിയമിച്ചു കഴിഞ്ഞാൽ ആ ഒരു സിറ്റുവേഷനിൽ നമ്മൾക്കിടയിലുള്ള ഒരാളിന് അവിടെ പ്രാതിനിധ്യം കൊടുക്കേണ്ട ആവശ്യം വരത്തില്ലേ? അപ്പോൾ നിങ്ങളും അന്ന് ചെയ്തത് തെറ്റാണ്. കാരണം എനി പേഴ്സൺ അല്ല, ഒരു മുസ്ലിം മതവിശ്വാസിക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുത്തിട്ട് അദ്ദേഹത്തിന് ഒരു ശല്യവും വരുത്താത്ത രീതിക്ക് ഒരു വഖഫ് ഉണ്ടാക്കാനുള്ള ഒരു സെറ്റപ്പ് ഉണ്ടായിരുന്നെങ്കിൽ കുഴപ്പമില്ല. ഇത് നിങ്ങൾ ഒരു സൈഡിൽ കൂടെ പറയുന്നു എനി പേഴ്സൺ ക്യാൻ ക്രിയേറ്റ് എ വഖഫ്, എനി പേഴ്സൺ ക്യാൻ ബി എ മുത്തവല്ലി. അങ്ങനെയാണെങ്കിൽ അവരെ റെപ്രസെൻറ്റേഷനും അവിടെ ആവശ്യം വരും. അപ്പോൾ അതും തെറ്റായിരുന്നു എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. പിന്നെ താങ്കൾ ഇപ്പോഴും പറഞ്ഞു ആർട്ടിക്കിൾ 26 പരിഗണന, വഖഫ് ബോർഡിന് വന്നിട്ട് ആർട്ടിക്കിൾ 26 പരിഗണന ഇല്ല. കാരണം ഡിനോമിനേഷൻ മാത്രമാണ്. നമ്മൾ ഇന്ത്യയിൽ മുസ്ലിം എടുത്തു കഴിഞ്ഞാൽ അതിനടിയിൽ തന്നെ 73 സബ് സെക്റ്റുകളുണ്ട്. ഇതൊക്കെ ഡിഫറെൻറ്റ് ഫെയ്ത്താണ്. അവരുടെ എല്ലാം മുസ്ലിം ആണെങ്കിലും അവർക്കൊക്കെ തന്നെ പ്രത്യേകമുള്ള ഫെയ്ത്താണ്. അതുകൊണ്ട് തന്നെ ഇവരെല്ലാം ഒരേ മതവിശ്വാസമുള്ള ആൾക്കാരാണ് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. ഒരു ഡിനോമിനേഷൻ എന്ന് പറയുന്നത് അവർക്ക് വേണ്ടിയിട്ട് പ്രത്യേക മതശാസനകൾ കാണും, മതോപദേശങ്ങൾ കാണും, അവർക്ക് പ്രത്യേകം ആചാര അനുഷ്ഠാനങ്ങൾ കാണും. കഴിഞ്ഞ നമ്മളെ കുംഭമേളയിൽ കണ്ട സന്യാസിമാരൊക്കെ അങ്ങനെയുള്ള ടൈപ്പുകളാണ്. എല്ലാ മതത്തിലുള്ള ഇതാണ്. ഹിന്ദു മതത്തിലും ഡിനോമിനേഷൻ ഉണ്ട്. ആൻഡ് ആർട്ടിക്കിൾ 26 ഈസ് exclusively meant for only those religious denomination and not for Muslims as a whole. മൊത്തത്തിൽ മുസ്ലിംസിന് വേണ്ടിയോ ഹിന്ദുക്കൾക്ക് വേണ്ടിയോ ക്രിസ്ത്യാനിക്ക് വേണ്ടിയോ അല്ല. അത് ആർട്ടിക്കിൾ 26 വേണ്ടി മാത്രം, ആർട്ടിക്കിൾ 26 ഡിനോമിനേഷന് വേണ്ടി മാത്രമാണ്. അതുകൊണ്ട് താങ്കൾ പറയുന്നത് പോലെ ഈ ആർട്ടിക്കിൾ 26 വന്നിട്ട് വഖഫ് ബോർഡിന് ബാധകമാണ് എന്നുള്ള കാര്യം കപിൽ സിബൽ സാർ ഇന്നലെ പാർലമെൻറ്റിൽ വാദിച്ചതും തെറ്റാണ്. തികച്ചും തെറ്റായ ഒരു കാര്യമാണ്. അദ്ദേഹത്തിന് അറിയാത്തത് കൊണ്ടല്ല, അദ്ദേഹത്തിൻ്റെ പാർട്ടിക്ക് വേണ്ടി അദ്ദേഹം വാദിക്കുമ്പോൾ തികച്ചും അദ്ദേഹം അങ്ങനെ വാദിക്കാൻ പറ്റൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ പൂർണ്ണമായി സ്റ്റേ ഇല്ല എന്ന വാക്ക് കേന്ദ്ര സർക്കാരിന് ഉപയോഗപ്പെടുത്താനാവില്ലേ? അതായത് രാഷ്ട്രപതി ഒപ്പുവെച്ച നിയമത്തിൻ്റെ ചട്ടങ്ങൾ രൂപീകരിക്കാം, അതിൻ്റെ വിജ്ഞാപനം പുറത്തിറക്കാം, നിയമ തടസ്സം തൽക്കാലത്തേക്കുണ്ടാകില്ല എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? അതിനകത്തൊരു അതാണല്ലോ ഞാൻ പറഞ്ഞത്. ഞാൻ ആദ്യം സൂചിപ്പിച്ച ഇത് കേശവാനന്ദ ഭാരതിയുടെ കേസ് കേരളത്തിലെ മലബാറിലെ ഒരു ക്ഷേത്രത്തിന്റെ ഭൂമിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഒരു കേസാണല്ലോ, വളരെ പഴക്കമുള്ള ഒരു കേസാണ്. അപ്പൊ എന്തുകൊണ്ടാണ് ആ കേസിനകത്ത് സുപ്രീം കോടതി ഇങ്ങനെ അന്ന്, അതായത് ഭരണഘടനയുടെ അടിസ്ഥാന പ്രമാണങ്ങളും അടിസ്ഥാന തത്വങ്ങളും അത് മാറ്റാൻ പറ്റത്തില്ല എന്നതുപോലെ ഇവിടെ പാർലമെന്റ് പാസ്സാക്കിയിരിക്കുന്ന ഒരു നിയമം, ആ നിയമത്തിന് അതിനകത്ത് ഭരണഘടനാ വിരുദ്ധമായ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള ഒരു വിഷയമാണല്ലോ ഇപ്പോൾ സുപ്രീം കോടതിയിൽ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ സുപ്രീം കോടതി അതിനകത്ത് പറയുകയാണ് ഇന്ന കാര്യങ്ങൾ ഇതിനകത്ത് ഭരണഘടനാ വിരുദ്ധമായിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും പാർലമെന്റിന് വീണ്ടും അതിനെ മറികടക്കുന്നതിനുള്ള നിയമങ്ങൾ പാസ്സാക്കാം. കാരണം നമ്മുടെ രാജ്യത്ത് സുപ്രീം അതോറിറ്റി എന്ന് പറയുന്ന പാർലമെന്റാണ്, ജനങ്ങൾ തെരഞ്ഞെടുക്കുന്ന പാർലമെന്റിനാണ് അതിന് അധികാരമുള്ളത്. അതുകൊണ്ട് ഇപ്പോൾ ഈ കാര്യത്തിൽ ചട്ടങ്ങളുമായിട്ട് ഗവൺമെന്റ് പോകുന്നത് അത് സുപ്രീം കോടതിയുടെ ഇടക്കാല ഉത്തരവിനോടുള്ള ഒരു ലംഘനമായിട്ടായിരിക്കും അത് കണക്കാക്കാനായിട്ട് പറ്റുള്ളൂ. കാരണം ഈ കാര്യത്തിൽ വളരെ സുപ്രീം കോടതി തന്നെ പറഞ്ഞിരിക്കുന്നത് എന്താണ്, വളരെ വിശദമായിട്ട് ഇതിനെക്കുറിച്ച് വാദങ്ങൾ കേൾക്കേണ്ടതായിട്ടുണ്ട്. ഇതിന്റെ അകത്ത് ഇതിനെ അനുകൂലിക്കുന്നവരും പ്രതികൂലിക്കുന്നവരും അതുപോലെ തന്നെ അനുകൂലിച്ചുകൊണ്ട് 7ഓളം സംസ്ഥാന ഗവൺമെന്റുകൾ ഇതിനകത്ത് കക്ഷി ചേർന്നിട്ടുണ്ട്. ഇവരെ എല്ലാവരെയും കേട്ടതിന് ശേഷം മാത്രമേ ഈ കാര്യത്തിൽ അന്തിമമായ ഒരു കാര്യം പറയാവൂ എന്ന് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്ന ഒരു ഘട്ടത്തിൽ ഇനി ഈ നിയമത്തെക്കുറിച്ച് ഒരു ചട്ട രൂപീകരണം തൽക്കാലം ഇപ്പോൾ അത് നടത്തുന്നത് ഈ ഭരണഘടനാ സ്ഥാപനങ്ങൾ തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടലിന് വഴി വയ്ക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഏതായാലും അത്രയും ഒരു കാര്യത്തിലേക്ക് ഇപ്പോൾ ഈ ഘട്ടത്തിൽ പോകും എന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഞാൻ മുമ്പ് ഇവിടെ ബഹുമാന്യ സ്നേഹിതന് സൂചിപ്പിച്ച ഒരു കാര്യം, 1995 വഖഫ് നിയമത്തിൽ എനി പേഴ്സൺ, അത് ആ നിയമത്തിന്റെ പ്രിയാമ്പിൾ തന്നെ പറയുന്നത്, അത് വായിച്ചാൽ അറിയാം, അത് മുസ്ലിം കമ്മ്യൂണിറ്റിയെ മാത്രം ബാധിക്കുന്ന ഒരു കാര്യമാണ്. ഇവിടെ പണ്ട് ഞാനൊരു തമാശ, നമ്മുടെ സബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെട്ടതല്ല, 1964 കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിളർന്നതിന് ശേഷം കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർക്സിസ്റ്റ് എന്ന് രൂപീകരിച്ചു.
അപ്പൊ ഈ മാർക്സിസ്റ്റ് എന്ന് ബ്രാക്കറ്റിൽ ഇടുന്നതിനെ കളിയാക്കിക്കൊണ്ട് കണിയാപുരം രാമേന്ദ്രന്റെ ഒരു പ്രസംഗമുണ്ട്. അതായത് പ്രസവ വാർഡെന്ന് എഴുതിയാൽ പിന്നെ അതിന്റെ അടിയിൽ സ്ത്രീകൾക്ക് മാത്രം എന്ന് എഴുതേണ്ടതില്ല. 1995 ഈ നിയമം എന്ന് പറയുന്നത് മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് വേണ്ടി മാത്രമാണ് എന്നുള്ളത് കൊണ്ട് പിന്നെ അതിന്റെ അകത്ത് എനി പേഴ്സൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് മുസ്ലിം കമ്മ്യൂണിറ്റിയിലേ ഉള്ളൂ. അവർ കമ്മ്യൂണിറ്റിയിൽ നിന്നൊരു വ്യാഖ്യാനം, അങ്ങനെ ഒരു വ്യാഖ്യാനം ഇല്ല. ഞാനൊരു തമാശ എന്ന് പറഞ്ഞാൽ അതിനെ കൂട്ടി പറഞ്ഞു എന്ന് മാത്രമാണ്. അപ്പൊ അതിനകത്ത് എനി കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് അതിനകത്ത് ഈ കമ്മ്യൂണിറ്റിക്ക് വെളിയിലുള്ള ഒരു കമ്മ്യൂണിറ്റി എന്ന് പറയുന്നില്ല. കാരണം ആ നിയമത്തിൽ തന്നെ വളരെ സ്പെസിഫിക് ആയിട്ട് അതിന്റെ പ്രിയാമ്പിളിൽ പറയുന്നത് ഇത് മുസ്ലിം കമ്മ്യൂണിറ്റിയുമായി ബന്ധപ്പെട്ട അവരുടെ വഖഫുമായിട്ടാണ് എന്ന് കൃത്യമായിട്ട് പറയുന്നു. ഇനിയിപ്പോ അതിനകത്ത് ആംബിഗിറ്റി ഉണ്ട് എങ്കിൽ അത് എന്തോ എന്ന് നമുക്ക് പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. ഏതായാലും ഇപ്പോൾ ഈ നിയമത്തിന്റെ അകത്ത് വളരെ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നു, അതർ കമ്മ്യൂണിറ്റിയിൽ നിന്ന് 2 പേർ, നോൺ മുസ്ലിംസ് ആയിട്ടുള്ള 2 പേർ വേണം. അത് തന്നെയാണ് സുപ്രീം കോടതി ചോദിച്ച ഒരു ചോദ്യം. അതിന്റെ ഒരു ആവശ്യം ഈ നിയമത്തിലുണ്ടോ, അതിന്റെ ആവശ്യം എന്ത് എന്നുള്ള ഒരു കാര്യം വളരെ സ്പെസിഫിക് ആയിട്ട് ചോദിച്ചിരിക്കുന്നത് സി കൃഷ്ണരാജ്. യെസ് സർ. ശ്രീ സ്റ്റാലിൻ ദേവൻ, അതായത് ഇതേ ചോദ്യം തന്നെ ഞാൻ ആവർത്തിക്കട്ടെ. എന്തുകൊണ്ട് തടസ്സമുണ്ടാകും? അതിനെന്താണ് സാധ്യത? നിന്റെ തടസ്സം? അതായത് ഈ പൂർണ്ണമായും സ്റ്റേ ചെയ്യില്ല എന്ന സുപ്രീം കോടതിയുടെ നിരീക്ഷണം ഏത് തരത്തിലാകും ഇനി ഈ ബില്ലിൻ്റെ മുന്നോട്ട് പോക്കിനെ സ്വാധീനിക്കുക? അതായത് അദ്ദേഹം ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ കഴിഞ്ഞ ഈ വാദത്തിനിടയ്ക്ക് തന്നെ അദ്ദേഹം പറഞ്ഞു, ഞാൻ ഡൽഹി ഹൈക്കോടതിയിൽ ജഡ്ജിയായിരുന്ന സമയത്ത് എൻ്റെ ഹൈക്കോടതി തന്നെ ഈ വഖഫ് ബോർഡുകാർ അടിച്ചുകൊണ്ട് പോയി വഖഫായി പ്രഖ്യാപിച്ചു. അപ്പോൾ ഇന്നലെ വന്ന ഇരുപക്ഷത്തെയും പിന്നെ വക്കീലന്മാർക്കും ബോധ്യമുണ്ടായിരുന്നു ഒരുപാട് ഭരണഘടനാ വിരുദ്ധമായ ഒരു ആക്റ്റ് ആയിരുന്നു 1995 ആക്ട്. എസ്പെഷ്യലി ഞാൻ നേരത്തെ പറഞ്ഞ സെക്ഷൻ 40, 108A ആൻഡ് 107. അപ്പോൾ അതുകൊണ്ടാണ് പൂർണ്ണമായും ഒരു സ്റ്റേ അതാണല്ലോ ആവശ്യപ്പെട്ടത്, പൂർണ്ണമായും സ്റ്റേ ചെയ്യണം എന്നാണ് അവർ ആവശ്യപ്പെട്ടത്. അപ്പം അതിനെന്തായാലും മൗലികാവകാശങ്ങൾ ലംഘിക്കപ്പെടുന്നു എന്ന് വസ്തുനിഷ്ഠമായി കാണിക്കേണ്ട ആവശ്യം ഉണ്ട്. അപ്പോൾ ഇതിലെങ്ങനെയാണ് മൗലികാവകാശങ്ങൾ എവിടെയൊക്കെയാണ് ഹനിക്കപ്പെടുന്നതാണ് ഒരു ക്വസ്റ്റ്യൻ. ആർട്ടിക്കിൾ 25 കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ ഓക്കെ, അത് വഖഫിൻ്റെ അകത്ത് മാത്രം നിൽക്കും. ഇത് വന്നിട്ട് വഖഫ് ആക്റ്റാണ് ചേഞ്ച് ചെയ്യുന്നത്. അതായത് ഈ വഖഫ് ബോർഡ് എന്ന് പറയുന്നത് ഒരു സൂപ്പർവൈസിങ് ബോഡി മാത്രമാണ്. അത് അവരുടെ മതപരമായ ഒരു വഖഫിൻ്റെ യാതൊരു വിധത്തിലുമുള്ള മതപരമായ ഒരു കാര്യത്തിലും ഇടപെട്ട് പോകരുതെന്ന് നേരത്തെ ഇവർ കൊണ്ടുവന്ന വഖഫ് ആക്ടിൻ്റെ 38(3) പറയുന്നുണ്ട്. ദ CEO ഷുഡ് നോട്ട് ഇൻ്റർഫിയർ വിത്ത് എനി റിലീജിയസ് അഫേഴ്സ് ഓഫ് ദ വഖഫ്സ് എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ 2 കണ്ണിൽ കാണണം. വഖഫുകൾ വേറെ, അത് മതപരമായ കാര്യങ്ങളാണ്. ഇതൊരു പോലീസ് ഡ്യൂട്ടിയാണ്, സൂപ്പർവിഷൻ മാത്രമുള്ള ഒരു ബോഡി കോർപ്പറേറ്റാണ് ഈ വഖഫ് ബോർഡ് എന്ന് പറയുന്നത്. വഖഫ് ബോർഡിന് മതവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അത് ഇനിയിപ്പോൾ ഡീറ്റെയിൽ ആയിട്ടുള്ള വാദങ്ങൾ വരുമ്പോൾ അതൊക്കെ വരും. ഇതിപ്പോൾ വന്നിട്ട് അഡ്മിഷൻ സ്റ്റേജിലുള്ള പ്രിലിമിനറി വാദങ്ങൾ മാത്രമായിരുന്നു. ഇതുകൊണ്ട് നമുക്കൊരു കൺക്ലൂഷനിൽ ഒരിക്കലും എത്താൻ സാധിക്കില്ല. വഖഫ് ബോർഡിന് നിയമപരമായിട്ട് മതപരവുമായി യാതൊരു ബന്ധവുമില്ല എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് മാത്രമാണ് ഈ വഖഫ് ഭേദഗതി പുതിയതായിട്ട് വന്ന നിയമം ഇവർ പറയും പോലെ ഭരണഘടനാ വിരുദ്ധമാണെന്ന് സുപ്രീം കോടതിക്ക് തോന്നുന്നില്ല. അതിൽ 1-2 കാര്യം. ഒന്ന്, നിങ്ങൾ എന്തുകൊണ്ട് നോൺ മുസ്ലിംസിനെ അപ്പോയിൻറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു എന്നുള്ളൊരു ക്വസ്റ്റ്യൻ. അത് വേണമെന്ന് ഉണ്ടായിരുന്നുവെങ്കിൽ BJP സർക്കാരിന് അവോയ്ഡ് ചെയ്യാമായിരുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ 5 വർഷം ഉണ്ടെങ്കിലേ വഖഫ് ഉണ്ടാക്കാൻ സാധിക്കൂ. അത് നിഷ്പ്രയാസം അതിൽ പെടുത്താതിരിക്കാൻ കഴിയുമായിരുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഈ 2 കാര്യത്തിലും വടി കൊടുത്ത് BJP അടി വാങ്ങിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലാതിരുന്നു എങ്കിൽ ഒരു പക്ഷേ ഈ കോടതി പൂർണ്ണമായും സ്റ്റേ ചെയ്യാൻ പറ്റില്ല എന്നതിന് പകരം സ്റ്റേ ചെയ്യാനേ പറ്റില്ല എന്ന് ഇന്നലെ തന്നെ പറഞ്ഞേനെ. അപ്പോൾ അതാണ് അതിലെ കാര്യം. അദ്ദേഹം ഇപ്പോൾ പറഞ്ഞു നമ്മുടെ അടിസ്ഥാന ഘടന കേശവാനന്ദ ഭാരതി കേസിൽ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ഭരണഘടനയുടെ അടിസ്ഥാന സ്വഭാവം മാറ്റുന്ന യാതൊരു വിധ നിയമങ്ങളും കൊണ്ടുവരാൻ പറ്റില്ല. അപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധ കഴിഞ്ഞ അവർ കൊണ്ടുവന്ന വഖഫ് ആക്ടിൻ്റെ സെക്ഷൻ 40 കൊണ്ടുവരികയാണ്. ആ സെക്ഷൻ 40 എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഭരണഘടനയുടെ പ്രിയാമ്പിളിൽ പറയുന്ന ഈച്ച് ആൻഡ് എവരി പ്രിയാമ്പുലർ പ്രോമിസ് ഖണ്ഡിക്കുന്ന അല്ലെങ്കിൽ ലംഘിക്കുന്ന ഒരു ആക്റ്റ് ആയിരുന്നു ഇവർ 1995 കൊണ്ടുവന്ന ആക്ട്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി അന്ന് ആ ആക്ടിനെതിരെ 30 വർഷം കഴിഞ്ഞിട്ട് പോലും ആരും ഇതേ സമാന സ്വഭാവത്തിലുള്ള
ഒരു റിട്ട് പെറ്റീഷനുമായിട്ട് സുപ്രീം കോടതിയുടെ മുമ്പിൽ പോയില്ല. അവസാനം വന്നിട്ട് ഏകപക്ഷീയമായി ഇങ്ങനെ വില്ലേജുകളും മറ്റും എടുത്തുകൊണ്ട് പോയ ഒരു സമയത്തിലാണ് ഇപ്പോൾ വന്നിട്ട് ഏകദേശം 312 റിട്ട് പെറ്റീഷൻസ് റീസെൻ്റ്ലി ഫയൽ ചെയ്യപ്പെട്ടത്. അപ്പോൾ അത് ഇന്നലെ സുപ്രീം കോടതിയുടെ മുന്നിൽ വരികയുണ്ടായി. ഈ 1995 ഭരണഘടനാ വിരുദ്ധത ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ട് ഇത്ര റിട്ട് പെറ്റീഷൻ അവിടെ പെൻഡിങ് ഉണ്ട്. അതുകൊണ്ട് അതും കൂടെ പരിഗണിച്ചാൽ മാത്രമേ ഈ വിഷയത്തിലേക്ക് നമുക്ക് വരാൻ സാധിക്കൂ എന്ന് നാം മനസ്സിലാക്കണം. അപ്പോൾ ഈ ഒരുപക്ഷെ BJP സർക്കാർ ഈ രണ്ട് കാര്യങ്ങൾ, നോൺ മുസ്ലിംസിനെ ബോർഡിൽ ചേർക്കണമെന്നുള്ളതും 5 വർഷം കുറഞ്ഞത് പ്രാക്ടീസിങ് മുസ്ലിം ആയിരുന്നാലേ വഖഫ് ഉണ്ടാക്കാൻ സാധിക്കൂ എന്നുള്ള ആ ഒരു ക്ലോസും ഈ പുതിയ വഖഫ് ആക്റ്റിൽ കൊണ്ടുവന്നില്ലാതിരുന്നു എങ്കിൽ ഇന്നലെ ഈ BJP ഗവൺമെൻറ്റിന് സുപ്രീം കോടതിയിൽ യാതൊരു വിധത്തിലും ഉള്ള ഒരു തിരിച്ചടി, ഇതിപ്പോൾ മൈന്യൂട്ടായിട്ടുള്ള തിരിച്ചടിയാണ്, തിരിച്ചടിയൊന്നും പറയാൻ പറ്റത്തില്ല, വരത്തില്ലായിരുന്നു എന്നുള്ളതാണ് എനിക്ക് പൂർണ്ണമായ വിശ്വാസം. കാരണം ഈ ആക്റ്റിൽ എടുത്തു കളഞ്ഞ സെക്ഷനെ കുറിച്ചിട്ട് കപിൽ സിബലിന് ഒരു അക്ഷരം മിണ്ടാൻ കഴിഞ്ഞില്ല സുപ്രീം കോടതിയിൽ. പൂർണ്ണമായും എടുത്തു കളഞ്ഞ ക്ലോസിനെ കുറിച്ചിട്ടൊന്നും ഒരാരോപണവും ഉന്നയിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. ഈ ആരോപണം ഉന്നയിക്കാൻ ബേസിക്കലി സാധിച്ചത് ഈ നോൺ മുസ്ലിംസിൻ്റെ ഇൻഡക്ഷനും അതുപോലെ തന്നെ 5 വർഷം പ്രാക്ടീസ് ചെയ്യണം എന്നുള്ള ഒരു ഘടകവുമായിരുന്നു. അദ്ദേഹം പറഞ്ഞതുപോലെ ആർട്ടിക്കിൾ 26 വഖഫ് ബോർഡിനും വഖഫ് ആക്റ്റിനും ബാധകമാണെന്ന് ഈ വാദങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം സുപ്രീം കോടതിയുടെ അവസാനത്തെ ജഡ്ജ്മെൻറ്റിൽ തീർച്ചയായിട്ടും വരും. കാരണം സുപ്രീം കോടതിന് ആൾറെഡി പറഞ്ഞു കഴിഞ്ഞു ആർട്ടിക്കിൾ 26 വഖഫ് ബോർഡിന് ബാധകമല്ല എന്ന്. യെസ്, BJP നേതാവ് അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ കൂടി നമുക്ക് ചേരുന്നുണ്ട്. അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ, ഇവിടെ ആദ്യ അരമണിക്കൂറിൽ ചർച്ചയിൽ ഉരുത്തിരിഞ്ഞു വന്ന ഒരു പ്രധാന പോയിന്റ്, അതായത് വഖഫ് ബോർഡിൽ അമുസ്ലിങ്ങൾ എന്ന പോയിന്റ് തിരിച്ചടിയായോ കേന്ദ്രത്തിന് എന്നാണ്. എന്താണ് അങ്ങയുടെ മറുപടി? അല്ല, അതിന് വളരെ മനോഹരമായിട്ടുള്ള മറുപടി തുഷാർ മേത്ത ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ പറഞ്ഞത് അങ്ങയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവുമല്ലോ. തുഷാർ മേത്ത പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ആ യുക്തിയുടെ അടിസ്ഥാനത്തിലാണെങ്കിൽ വഖഫ് നിയമം പൂർണ്ണമായും മതപരമായ വിഷയത്തിൽ അധിഷ്ഠിതമാണെന്നും മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ അല്ലെങ്കിൽ ഒരു മതത്തിൽപ്പെട്ടവർ മാത്രമേ അത് ചർച്ച ചെയ്യാവൂ എന്നുണ്ടെങ്കിൽ സുപ്രീം കോടതിയിലെ ജഡ്ജിമാർ 3 പേരും ഹിന്ദുക്കളാണ്. അതുകൊണ്ട് ഈ ഹിന്ദുക്കൾക്ക് അത് ചർച്ച ചെയ്യാനുള്ള അവകാശമില്ല എന്നാണ് തുഷാർ മേത്ത കോടതിയിൽ പറഞ്ഞത്. വാസ്തവത്തിൽ കോടതിയിൽ ഒരു നർമ്മത്തിലൂടെയാണെങ്കിൽ പോലും ആ സ്റ്റേറ്റ്മെൻറ്റിനൊരു കാതലുണ്ട്. രണ്ടാമത്തെ കാര്യം, ഒന്നും അപ്പോയിൻമെൻറ്റ് നടത്താൻ പാടില്ല. ഇപ്പം എനിക്ക് വളരെ രസകരമായ 2-3 കാര്യങ്ങൾ പറഞ്ഞോട്ടെ. കേരളത്തിലെ മാധ്യമങ്ങൾ ബഹുമാനപ്പെട്ട മന്ത്രി കിരൺ റിജിജു ഈ കേരളത്തിലെത്തിയ സമയം മുതൽ അദ്ദേഹത്തിൻ്റെ വായിലേക്ക് ഓരോന്ന് തിരികെ കയറ്റി അദ്ദേഹം പറഞ്ഞതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ മുഴുവൻ തെറ്റിദ്ധരിപ്പിച്ച് അദ്ദേഹം പറഞ്ഞത് അങ്ങനെയല്ല, ഈ ബില്ല് കൊണ്ട് ഒരു ഉപകാരവുമില്ല, ഈ നിയമം കൊണ്ട് യാതൊരു കാര്യവുമില്ല, ഇനി റൂൾസ് വന്നിട്ടും ചട്ടം വന്നിട്ടും യാതൊരു കാര്യവുമില്ല എന്നൊക്കെ പറഞ്ഞു എന്നാണ് വാസ്തവത്തിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. മുനമ്പത്ത് ഞാൻ പോയ ആളാണ്. മുനമ്പത്തെ അദ്ദേഹത്തിൻ്റെ പ്രസംഗം മുഴുവൻ ഞാൻ കേട്ടതാണ്. പുതിയ വഖഫ് ഭേദഗതി നിയമം മുനമ്പത്തിനും ബാധകമാണെന്നും രാജ്യത്തൊരിടത്തും ഇനി മുനമ്പം ആവർത്തിക്കില്ലെന്നും കിരൺ റിജിജു ബഹുമാനപ്പെട്ട മന്ത്രി ആവർത്തിച്ചു പറഞ്ഞത് വളരെ കൃത്യമായിരുന്നു. പക്ഷെ അദ്ദേഹം പറഞ്ഞു ഇതിൻ്റെ ചട്ടങ്ങളൊന്നും ആയിട്ടില്ല, ചട്ടങ്ങൾ വരണം. വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം എല്ലായ്പ്പോഴും എനിക്ക് തോന്നുന്നു സ്റ്റാലിൻ ദേവൻ ആ കാര്യം സൂചിപ്പിച്ചു എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഞാൻ വരുമ്പം അദ്ദേഹത്തിൻ്റെ ചില പരാമർശങ്ങൾ കേട്ടിരുന്നു. ഇപ്പോൾ പ്രധാനപ്പെട്ട ഒരു ചോദ്യം ഈ കോൺഗ്രസിൻ്റെ ആളുകളും ചില ചാനൽ ചർച്ചയിലെ മാധ്യമ വിശാരദന്മാരും ചോദിക്കുന്നത്, റിട്രോസ്പെക്റ്റീവ് എഫക്റ്റ് ഇല്ലാതെ വരുമ്പോൾ ഈ നിയമം എങ്ങനെ മുനമ്പത്തുകാർക്ക് ബാധകമാകും എന്നാണ് പ്രധാനപ്പെട്ട ചോദ്യം. റിട്രോസ്പെക്റ്റീവ് എഫക്റ്റ് ഇല്ലെങ്കിൽ മുനമ്പത്ത് എങ്ങനെ ബാധകമാവും എന്ന ചോദ്യത്തിന് വാസ്തവത്തിൽ നിയമത്തിൻ്റെ വിശകലനമാണ് വേണ്ടത്. നിയമത്തിലെ 2A എന്ന് പറയുന്ന ഭേദഗതി നിയമത്തിലെ 2A എന്ന് പറയുന്ന സെക്ഷൻ, ആ സെക്ഷൻ ട്രസ്റ്റുകൾക്ക് നിയമമേ ബാധകമല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു സ്റ്റാലിൻ ദേവൻ അതിവിടെ സൂചിപ്പിച്ചിട്ടുണ്ടാവും. ഇല്ല സാർ, ഞാൻ അതിലേക്ക് എത്തിയില്ല. ഈ നിയമമേ ട്രസ്റ്റ് ഭൂമിക്ക് ബാധകമല്ല. മുനമ്പത്തെ ഭൂമി എന്ന് പറയുന്നത്
ട്രസ്റ്റിന്, ഫറൂഖ് കോളേജിൻ്റെ ട്രസ്റ്റിന് കൊടുത്ത ഭൂമിയാണ്. ട്രസ്റ്റിന് ഭൂമി കൊടുത്തു കഴിഞ്ഞാൽ 2A പ്രകാരം, ഇപ്പോൾ ഈ നിയമത്തിലെ 2A പ്രകാരം ട്രസ്റ്റിൻ്റെ ഭൂമിയായി മാറി. ട്രസ്റ്റിൻ്റെ ഭൂമിയായി മാറിയാൽ പിന്നെ വഖഫിന് അവകാശമില്ല. വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്, പക്ഷെ അതിനെ കോംപ്ലിക്കേറ്റഡ് ആക്കുകയാണ്. അതുകൊണ്ട് മുനമ്പത്തെ വിഷയത്തിൽ ഈ നിയമം എങ്ങനെ ഭേദഗതി നിയമം എങ്ങനെ നിലനിൽക്കുന്നു വെച്ചാൽ അത് ട്രസ്റ്റ് ഭൂമിയാണ്. ഇനി വഖഫിൻ്റെ അവകാശവാദം ഉന്നയിക്കാൻ സാധിക്കില്ല. ഈ നിയമം വന്നതോടുകൂടിയാണ് മുനമ്പത്തുകാർ രക്ഷപ്പെട്ടത്. എൻ്റെ ചോദ്യം ഒന്ന്, മുനമ്പത്തെ വഖഫ് വിഷയമാണ്, മുനമ്പത്തെ ഭൂമിയിലെ 600 പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളുടെ വിഷയമാണ് പ്രധാനപ്പെട്ടത്. രണ്ടാമത്തത്, ഇപ്പോൾ സുപ്രീം കോടതിയിൽ നിന്ന് തിരിച്ചടി ലഭിച്ചു. എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ ഈ ഒരു 2:30 CPM-ൻ്റെ സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദമാഷ്ട ഒരു പത്രസമ്മേളനം കണ്ടു. അതിൽ അദ്ദേഹം പറയുന്നുണ്ട്, അതിൽ അദ്ദേഹം പറയുന്നുണ്ട് മാധ്യമക്കാരോട്, ഈ ജുഡീഷ്യറി എന്ന് പറയുന്നത് ഭരണകൂടത്തിൻ്റെ ഭാഗമാണ്. അപ്പം ജുഡീഷ്യറിയിൽ നിന്ന് കൂടുതലൊന്നും പ്രതീക്ഷിച്ചുകൂടാ. പക്ഷെ തൽക്കാലം അത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായി കേന്ദ്ര ഗവൺമെൻറ്റിന് അതിശക്തമായ തിരിച്ചടിയാണ് കൊടുത്തത്. ഒന്ന്, അദ്ദേഹത്തിൻ്റെ വാക്കെന്താ, ജുഡീഷ്യറി ഭരണകൂടത്തിൻ്റെ ഭാഗമാണ്, താല്പര്യമാണ്. വാസ്തവത്തിൽ ഇവർക്ക് സുപ്രീം കോടതിയിൽ നിന്ന് അടി കിട്ടുമ്പോൾ സുപ്രീം കോടതി മോശം, സുപ്രീം കോടതിയിൽ നിന്ന് എന്തെങ്കിലും ഇവർക്ക് അല്ലെങ്കിൽ മറ്റാർക്കെങ്കിലും ഇത് കിട്ടുമ്പോൾ സുപ്രീം കോടതി ചക്കര. ഇതാണ് ഇവരുടെ സമീപനം. അതുപോട്ടെ, ഞാൻ പറഞ്ഞു വന്നത്, എന്താണ് സുപ്രീം കോടതിയിൽ നിന്ന് ഈ നിയമവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരിന്, ഇവിടെ കേരളത്തിലെ ഭയങ്കര ചർച്ചയല്ലേ, കേന്ദ്ര സർക്കാരിന് ഭയങ്കര നഷ്ടം സംഭവിച്ചിരിക്കുന്നു, കേന്ദ്ര സർക്കാരിന് തിരിച്ചടി. എന്താ കേന്ദ്ര സർക്കാരിന് തിരിച്ചടി? ഇന്നലെ തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് സുപ്രീം കോടതി ചോദിച്ച ഒരു ചോദ്യമുണ്ട്. ആ ചോദ്യം സുപ്രീം കോടതി ഉന്നയിച്ച ചോദ്യം എന്താ? ദീർഘകാല ഉപയോഗത്തിലൂടെ പ്രമാണം വഴിയോ വഖഫാണെന്ന് കോടതി പ്രഖ്യാപിച്ച സ്വത്തുക്കൾ ഈ നിയമം മൂലം അങ്ങനെ ആകാതെ വരുമോ? ദാറ്റ് ഈസ് ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. എന്ന് പറഞ്ഞാൽ അതിനകത്ത് പറയുന്നുണ്ട്, പിന്തുടർച്ച അവകാശത്തെക്കുറിച്ചൊക്കെ പറഞ്ഞുകൊണ്ട് പറയുന്നു, 200 വർഷം മുമ്പ് അല്ലെങ്കിൽ സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് അന്ന് പ്രമാണമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ബ്രിട്ടീഷുകാർ കൊടുക്കുകയും തർക്കങ്ങളില്ലാതിരിക്കുകയും അത് സർക്കാർ ഭൂമിയാണോ അല്ലെങ്കിൽ അത് വഖഫ് ഭൂമിയാണോ എന്ന ഒരു തർക്കമൊന്നുമില്ലാതെ, ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളുമില്ലാതെ വഖഫായി തന്നെ നിലനിന്നുകൊണ്ടിരിക്കുന്ന ഭൂമി ഡീനോട്ടിഫൈ ചെയ്യരുത് എന്നാണ് പറഞ്ഞത്. അതിൻ്റെ അർത്ഥം എന്താ? അതിൻ്റെ അർത്ഥം 200-300 വർഷങ്ങൾ പഴക്കമുള്ള യാതൊരു തർക്കവുമില്ലാതെ ഒരു തരത്തിലും കോടതി വ്യവഹാരങ്ങളിൽ പെടാതെ അത് വഖഫ് ആയിട്ട് നോട്ടിഫൈ ചെയ്തു പോയിട്ടുള്ള ആ ഭൂമികളിൽ തർക്കം ഉന്നയിക്കരുത്. കഴിഞ്ഞാൽ അത് പ്രശ്നങ്ങൾക്കിടവരും. അതുകൊണ്ട് അത് തർക്കം ഉന്നയിക്കരുത്. അതാണ് ഫസ്റ്റ് പോയിന്റ്. അത് പറയുന്നുണ്ട്. ഞാൻ അതിലേക്ക് വരുന്നേ. രണ്ടാമത്തെ കാര്യം, വളരെ കൃത്യമായി കോടതി പറയുന്നു, തൽക്കാലം ബോർഡുകളിലേക്ക് മുസ്ലിങ്ങളെ വെക്കരുത്. ഞാൻ ചോദിക്കുന്നത്, കോടതി മുസ്ലിങ്ങളെ വെക്കരുതെന്ന് പറഞ്ഞപ്പോഴാണ് തുഷാർ മേത്ത 3 ഹിന്ദുക്കളാണ് ഈ കാര്യത്തെ കോടതിയിൽ ചർച്ച ചെയ്യുന്നെന്ന് തമാശ. പക്ഷേ ഞാൻ പറയുന്നത് ആ ഒരു ഒറ്റ പോയിന്റ് പ്രതിരോധം ഉണ്ടാക്കുന്നുണ്ടോ എന്നൊരു ചോദ്യമാണ്. അമുസ്ലിങ്ങൾ എനിക്ക് മനസ്സിലായില്ല. കൃത്യമായി തമാശ രൂപേണ ഒരു മറുപടി പറഞ്ഞു എന്നത് ശരി തന്നെ. പക്ഷേ അതാണ് ഇവിടെ ചർച്ച ചെയ്ത് ശ്രീ സ്റ്റാലിൻ ദേവൻ അടക്കമുള്ളവർ പറഞ്ഞത് അതാണ്. അമുസ്ലിങ്ങൾ എന്ന ഒറ്റ വാക്ക്, അവരെ കൂടി വഖഫ് ബോർഡിൽ ഉൾപ്പെടുത്തണമെന്ന പ്രയോഗം, അത് ഈ നിയമ ഭേദഗതിയിൽ സർക്കാരിന് തിരിച്ചൊരു ചോദ്യചിഹ്നമായി നിൽക്കുന്നുണ്ടോ എന്നൊരു സംശയമാണ് ഇവിടെ ഉന്നയിക്കപ്പെട്ടത്. അതാണ് ഞാൻ പറഞ്ഞത്. തുഷാർ മേത്ത പറഞ്ഞതിനകത്തൊരു പോയിന്റ് ഉണ്ട്. ആ പോയിന്റ് നമ്മൾ കാണാതെ പോയിക്കൂടാ. ഒഫീഷ്യൽസാണ്. ഒഫീഷ്യലിൻ്റെ മതം നോക്കേണ്ട കാര്യമില്ല. ഒഫീഷ്യലിൻ്റെ മതം നോക്കിയാൽ കോടതിയുടെ മതം നോക്കേണ്ടി വരും. നിങ്ങൾ കളക്ടറുടെ മതം നോക്കിയാൽ, RDOൻ്റെ മതം നോക്കിയാൽ, അല്ലെങ്കിൽ ഒഫീഷ്യലായിട്ടുള്ള ആളുകളുടെ മതം നോക്കിയാൽ നിങ്ങൾക്ക് ജഡ്ജിയുടെ മതം നോക്കേണ്ടി വരില്ലേ? ഈ ബോർഡിലേക്ക് വരുന്നത് ഒഫീഷ്യൽസാണ്. അപ്പോൾ ആ ഒഫീഷ്യലിൻ്റെ മതം നോക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് തുഷാർ മേത്ത സൂചിപ്പിച്ചത്. ഇനി അതൊരു തിരിച്ചടിയായിട്ട് വന്നു എന്ന് തന്നെ വരട്ടെ. അത് മുസ്ലിം പാടില്ല എന്ന് കോടതി പറഞ്ഞു എന്ന് വിചാരിട്ടെ. അതിപ്പോൾ എന്താ കുഴപ്പം? എന്താ
ഞാൻ വേറൊരു തലത്തിലാണ് സംസാരിക്കുന്നത്. ആ മുസ്ലിം പാടില്ല എന്ന് കോടതി പറഞ്ഞാൽ അതുകൊണ്ടൊക്കെ എന്ത് പ്രശ്നമെന്ന് സെക്ഷൻ 40 പോയി കഴിഞ്ഞാൽ, കാരണം നിലവിലുള്ള ഏതാണ്ട് 8 ലക്ഷം ആയിട്ടുള്ള ഭൂമി വകകളുമായി ബന്ധപ്പെട്ടതിൽ ഏതാണ്ട് 50% വഖഫ് ബൈ യൂസറാണ്. ഈ വഖഫ് ബൈ യൂസർ സെക്ഷൻ 40 പോയി കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങളുടെ 80% പ്രശ്നങ്ങളും പരിഹരിക്കപ്പെട്ടു. അവിടെയാണ് അടിസ്ഥാന വിഷയം. അല്ലാണ്ട് ഇതിനകത്തൊരു നോമിനി മുസ്ലിം വേണോ എന്നൊന്നും വലിയ ചർച്ചയുള്ള കാര്യമല്ല. അതൊക്കെ പിന്നീട് ചർച്ച ചെയ്യും. ആ ചർച്ച ബഹുമാനപ്പെട്ട കോടതിയിൽ നടക്കട്ടെ. അത് ഞാൻ പറഞ്ഞു ഒഫീഷ്യൽസ് ആണെന്ന് പറഞ്ഞു. ഇനി അത് നെഗറ്റീവായിട്ട് കോടതി പറയാണ് അമുസ്ലിം പാടില്ല, മുസ്ലിങ്ങൾ മാത്രമേ പാടുള്ളൂ എന്ന് പറഞ്ഞാലും ഞാൻ ഈ ചർച്ചയിൽ നിങ്ങളോട് പറയുന്നത് ഒരു അഭിഭാഷകൻ എന്ന നിലയിൽ പറയുന്നു, ഈ നിയമത്തിൻ്റെ സത്തയുമായിട്ട് അതിന് ബന്ധമില്ലെന്ന്. ഈ നിയമത്തിൻ്റെ ക്രക്സ് എന്ന് പറയുന്നത് എന്താ? ഈ വഖഫ് ഭേദഗതി 2013 വഖഫ് ഭേദഗതിയും 1995 നിയമവും 95 വരെ പ്രത്യേകിച്ച് വഖഫിന് ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നില്ല. 2013 ഭേദഗതി നിയമം വന്നതിന് ശേഷമാണ് വാസ്തവത്തിൽ ഈ പല സാധനങ്ങളും ഉരുണ്ടുകൂടി വഖഫുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇത്ര കോംപ്ലിക്കേഷൻ ആയത്. അത് ഈ UDF ഈ കോൺഗ്രസ്സുകാർ കൊടുത്ത ഭേദഗതി പ്രകാരമാണ് ഈ പ്രശ്നങ്ങൾ മുഴുവൻ ഉണ്ടായത്. വഖഫ് ബൈ യൂസർ എന്ന സെക്ഷൻ 40 എടുത്തു കളഞ്ഞാൽ പിന്നെ ഈ വഖഫ് എന്ന് പറയുന്ന ഇന്നത്തെ പ്രശ്നം മുഴുവൻ പരിഹരിക്കപ്പെടും. 50% ഭൂമി കേസുകളും തർക്കങ്ങളും ഭൂമിയും എല്ലാം ഈ വഖഫ് ബൈ യൂസർ എന്ന കൺസെപ്റ്റിലാണ്. അതുകൊണ്ട് ഈ ഏതെങ്കിലും ബോർഡിലേക്കോ അല്ലെങ്കിൽ കൗൺസിലിലേക്കോ നോൺ മുസ്ലിമിനെ വെക്കുന്നത് ശരിയാണോ, അത് വെക്കാതിരിക്കണം എന്ന് സുപ്രീം കോടതി പറഞ്ഞാൽ അത് വലിയ തിരിച്ചടി ആവില്ല എന്ന ചോദ്യത്തിന് അത് വലിയ തിരിച്ചടി ആവില്ല എന്ന് മാത്രമല്ല, അതൊരു ഈ നിയമത്തിൻ്റെ അതിൻ്റെ ക്രക്സിനെ അത് കാര്യമായി ബാധിക്കില്ല. അത് കോടതി ചർച്ച ചെയ്യട്ടെ. അതുകൊണ്ടാണ് ഞാൻ ഒഫീഷ്യൽസിൻ്റെ കാര്യം പറഞ്ഞത്. ഇപ്പം നമ്മുടെ തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട സ്വത്തുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അവിടുത്തെ ജില്ലാ ജഡ്ജും ജില്ലാ കളക്ടറും ഒക്കെ ഭാഗവാക്കുകളാണ്. അവരെ മതം നോക്കിയിട്ട് ഉൾപ്പെടുത്താൻ പറ്റുമോ? കളക്ടറുടെ കാര്യമൊക്കെ പറയുമ്പോൾ ഇപ്പോൾ കളക്ടർ ഗുരുവായൂർ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ബോർഡിലില്ലെങ്കിലും കളക്ടർക്ക് ചില പ്രത്യേക ഉത്തരവാദിത്തങ്ങളുണ്ട്. അതാണല്ലോ പണ്ട് കരുണാകരൻ ഉയർത്തിക്കൊണ്ടുവന്നത്. അപ്പോൾ അത് ഒഫീഷ്യൽസ് ആയിട്ട് വരുന്ന സമയത്ത് അതൊക്കെ വേണ്ടി വരും. അവിടെ ജഡ്ജസ് എങ്ങനെയാണോ മതമില്ലാതെ നീതി നടപ്പാക്കിയത്, അതേപോലെ ഒഫീഷ്യൽസ് മതമില്ലാതെ നീതി നടപ്പാക്കേണ്ടി വരും. അതിനെ സുപ്രീം കോടതി അത് പറ്റില്ല എന്ന് പറയാനും പറ്റില്ല, വരട്ടെ നോക്കാം. അതൊന്നും ഈ നിയമത്തിനെ ബാധിക്കില്ല, ഈ നിയമത്തിൻ്റെ ക്രക്സിനെ ബാധിക്കില്ല. അടിസ്ഥാനപരമായിട്ട് ഈ നിയമം എന്ന് പറയുന്നത് അന്യൻ്റെ ഭൂമി പിടിച്ചെടുക്കാനുള്ള വഖഫിൻ്റെ അവകാശത്തെ തകർക്കുകയാണ്. സുരേഷ് ഗോപിയുടെ ഭാഷയിൽ പറഞ്ഞാൽ ഈ നാട്ടിലെ ഏത് ഭൂമിയും വഖഫാന്ന് പറഞ്ഞ് പിടിച്ചെടുക്കാനുള്ള ഈ വഖഫ് ബോർഡിൻ്റെയും അതുപോലെയുള്ള ഇവരെ സഹായിക്കുന്ന ഇടത് വലത് കക്ഷികളുടെ എല്ലാം ഈ അപ്രമാദിത്വത്തെ അറബിക്കടലിൽ ചവിട്ടി താഴ്ത്താണ് ഈ നിയമം. അതുകൊണ്ട് ഈ നിയമത്തിൻ്റെ ക്രക്സിൽ ഈ നിയമവുമായി ബന്ധപ്പെടുമ്പോൾ അതൊക്കെ നിസ്സാരമായ ഒരു കാര്യം മാത്രമാണ്. ഇന്ന് കോടതിയിൽ കേന്ദ്ര സർക്കാർ പറഞ്ഞ ഒരു പോയിൻ്റുണ്ട്. തുടർവാദം വരുമ്പോൾ നിയമനിർമ്മാണത്തിൻ്റെ പശ്ചാത്തലം പരിഗണിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞതാണ്, ജനങ്ങളുടെ ആവശ്യങ്ങൾ പരിഗണിച്ചുവെന്നും ഈ നിയമ ഭേദഗതിക്ക് പിന്നിലെന്തെന്ന് വിശദമായി പഠിച്ചുവെന്നും കേന്ദ്രം സുപ്രീം കോടതിയിൽ പറഞ്ഞതാണ്. അതിനു പിന്നാലെയാണ് നിയമനിർമ്മാണത്തിൻ്റെ പശ്ചാത്തലം എന്തെന്ന് ഞങ്ങൾക്ക് പറയണം, അത് കേൾക്കാൻ കോടതി തയ്യാറാകണം എന്ന ആവശ്യം മുന്നോട്ട് വെച്ചത്. അതായത് കേന്ദ്ര സർക്കാർ കൃത്യമായി നിയമം നിർമ്മിച്ചതിൻ്റെ നിയമ ഭേദഗതി ഉണ്ടാക്കിയതിൻ്റെ പിന്നിലെ പശ്ചാത്തലം പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ എന്ന ആത്മവിശ്വാസത്തിലാണ്. അല്ല, അതൊക്കെ ഒരു ഗവൺമെന്റിന് നിയമം നിർമ്മിക്കുമ്പോൾ എന്തിനാണ് നിയമം നിർമ്മിച്ചത് എന്ന് കോടതിയിൽ അതിനെക്കുറിച്ച് ഒരു ചർച്ച വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഇത് വിശദീകരിക്കാനുള്ള ബാധ്യത ഗവൺമെന്റിനുണ്ട്. ഇവിടെ ബഹുമാന്യായ അഡ്വക്കേറ്റ് ഗോപാലകൃഷ്ണൻ സാറ് പറഞ്ഞ വസ്തുതാപരമല്ലാത്ത ഒരു കാര്യം, അദ്ദേഹം ഈ നോൺ മുസ്ലിംസിനെ കുറിച്ച് പറഞ്ഞത് ഒഫീഷ്യൽ അംഗങ്ങൾ എന്ന നിലയിൽ കളക്ടർ, RDO, തഹസിൽദാർ, വില്ലേജ് ഓഫീസർ അതല്ല, അത് ഗവൺമെന്റ് നോമിനേറ്റ് ചെയ്യുന്ന ഒരു തസ്തികയുടെ ഭാഗമായി. ഇപ്പൊ കളക്ടറാണ്, അല്ലെ കളക്ടർക്ക് മുകളിൽ അഡീഷണൽ ചീഫ് സെക്രട്ടറിയോ അല്ലെങ്കിൽ ചീഫ് സെക്രട്ടറി ആരുമാകട്ടെ, അത് സർക്കാർ അപ്പോയിന്റ് ചെയ്യുന്ന പദവിയാണ്. അത് കൂടാതെ
ആ പദവിയിൽ ആർക്കും തർക്കമില്ല. അത് കൂടാതെ അമുസ്ലിങ്ങളായ 2 അംഗങ്ങളെ, അത് തന്നെയാണെന്ന് തുഷാർ മേത്തയ്ക്ക് മറുപടി ഇല്ലാതെ പോയത്. തുഷാർ മേത്തയോട് ചോദിച്ചു എന്തിനാണ് ഈ ബോർഡിൽ, അപ്പൊ അതുകൊണ്ടാണ് എടുത്തു ചോദിച്ചത്. ഹിന്ദുക്കൾക്ക് വേണ്ടി സ്ഥാപിക്കപ്പെട്ട ബോർഡുകൾ, അദ്ദേഹം എന്താ പറയുന്നത്, തിരുവനന്തപുരത്തെ ശ്രീപത്മനാഭ സ്വാമി ക്ഷേത്രത്തെ കുറിച്ച് അദ്ദേഹം സൂചിപ്പിച്ചു. അപ്പോ അങ്ങനെ രൂപീകരിക്കപ്പെടുന്ന ബോർഡുകളിൽ മുസ്ലിങ്ങൾ ഉണ്ടാകുമോ എന്നുള്ള ഒരു ചോദ്യമാണ് ചോദിച്ചത്. അപ്പോ ഇതിനകത്ത് ഈ 2 ആളുകളെ നോമിനേറ്റ് ചെയ്യും എന്ന് പറയുമ്പോൾ തന്നെ സുപ്രീം കോടതി ചോദിച്ച ഒരു ചോദ്യമുണ്ട്. അങ്ങനെ വരുമ്പോൾ അവിടുത്തെ ഭൂരിപക്ഷം ഈ കൗൺസില് അല്ലെങ്കിൽ ബോർഡിലെ മൊത്തം അംഗങ്ങളുടെ എണ്ണം മുസ്ലിങ്ങൾ മൈനോറിറ്റി ആകുന്ന സ്ഥിതിവിശേഷം ഉണ്ടാകുമോ എന്നുള്ള ഒരു ചോദ്യം കൂടി ചോദിച്ചു. അപ്പോ ഇതിനൊന്നും തുഷാർ മേത്തയ്ക്ക് കൃത്യമായ മറുപടി പറയാൻ അദ്ദേഹത്തിന് ഇല്ലാതെ പോയി എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞു, കോടതി പാർലമെന്റ് പാസ്സാക്കിയ ഒരു നിയമത്തെ 2 മണിക്കൂറോ 4 മണിക്കൂർ കൊണ്ടോ ഒന്നും സുപ്രീം കോടതി അതിനകത്ത് സ്റ്റേ കൊടുത്തില്ല. പക്ഷെ സുപ്രീം കോടതി ചോദിച്ച കാതലായ ചോദ്യങ്ങൾ, ആ ചോദ്യങ്ങൾക്ക് ഇനിയും ഉത്തരമില്ല. ആ ഉത്തരം കിട്ടുന്നതിന് വേണ്ടിയാണ് പറഞ്ഞത് ഒരാഴ്ച വരട്ടെ, ഞങ്ങൾ ഈ നിയമത്തെ വ്യാഖ്യാനിച്ചുകൊണ്ട് സംസാരിക്കാമെന്ന്. ഇവിടെ മറ്റൊരു തെറ്റിദ്ധാരണാജനകമായ വാർത്ത ശ്രീ ഗോപാലകൃഷ്ണൻ സാർ പറഞ്ഞത് മുനമ്പവുമായി ബന്ധപ്പെട്ട്, മുനമ്പ് എന്താ 1995 വഖഫ് നിയമമോ അല്ലെങ്കിൽ 2013 അമെൻഡ്മെന്റ് കൊണ്ടാണോ മുനമ്പത്തെ പ്രശ്നമുണ്ടായത്? ശ്രീ കിരൺ റിജ്ജു വന്ന് അദ്ദേഹം നടത്തിയ വാർത്താ സമ്മേളനം അത് ലൈവായി ഈ നാട്ടിലെ മുഴുവൻ ആളുകളും കേട്ടതാണല്ലോ. അദ്ദേഹത്തോട് ചോദിച്ച ചോദ്യവും അദ്ദേഹം അതിന് പറഞ്ഞ മറുപടിയും എല്ലാം വളരെ കൃത്യമാണല്ലോ. ഞാൻ ശ്രീ ഗോപാലകൃഷ്ണനോട് വിനയപരിസരം ചോദിക്കുന്ന അങ്ങ് ഉൾപ്പെടെയുള്ള BJP നേതാക്കൾ എല്ലാവരും മുനമ്പത്ത് പോയി പ്രസംഗിച്ചതാ നിങ്ങളുടെ പ്രശ്നം ഇവിടെ പരിഹരിക്കാൻ പോകുന്നു, വീട് കൊടുക്കെ ചോറും കറിയും, അടുത്ത വെള്ളിയാഴ്ച കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ സമരം അവസാനിപ്പിക്കും എന്ന് നിങ്ങൾ നാട്ടുകാർക്ക് ഉറപ്പ് കൊടുത്തിട്ട് ഇപ്പൊ പറയുന്നത് പറയാനുണ്ട്. ഒരു നിമിഷം അദ്ദേഹം സനാവതി സാർ ഒരു അഡ്വക്കേറ്റ് ആണ്. അപ്പോ കേന്ദ്രമന്ത്രി അവിടെ വന്നിരുന്നു. ഒരു കാര്യം ചോദിച്ചോട്ടെ, ഒരു നിമിഷം സ്റ്റാലിൻ കേന്ദ്രമന്ത്രി അവിടെ മുനമ്പത്ത് വന്നിട്ട് ഇതിലൂടെ നിങ്ങൾ ഇന്ന സെക്ഷൻ പ്രകാരം പരിഹാരം ഉണ്ട് എന്ന് പറഞ്ഞാൽ അത് സബ്ജുഡീസ് ആകുമായിരുന്നോ ഇല്ലായിരുന്നോ എന്ന് ദയവായി പറയും. അല്ല അത് അല്ല എന്റെ ചോദ്യം അവിടെ കേന്ദ്ര മൈനോറിറ്റീസ് വകുപ്പിന്റെ ചുമതല പോർട്ട്ഫോളിയോ വഹിക്കുന്ന മന്ത്രി അദ്ദേഹം എന്തിനാണ് ഇപ്പൊ വന്നത്? അദ്ദേഹം വന്നതിനും ദുരുദ്ദേശമുണ്ടല്ലോ, അല്ലാതെ സദുദ്ദേശത്തിലല്ലല്ലോ അദ്ദേഹം. അല്ല, അദ്ദേഹം വന്നതും ദുരുദ്ദേശത്തോടു കൂടിയാണ്. എന്നിട്ട് അദ്ദേഹത്തിന് മറുപടി പോലും പറയാനില്ലാതായി. അതാണല്ലോ ഇന്ന് പത്രങ്ങൾ പലതും പറഞ്ഞിരിക്കുന്നത്. ആ വരവ് ഗുണത്തെക്കാളേറെ ആർക്ക്? BJPക്ക് ആ വരവ് ഗുണത്തെക്കാളേറെ ദോഷം എന്ന്. ഹലോ പറയൂ ഹലോ ഹലോ ചോദിച്ചോട്ടെ. അല്ല വേണു, സേനാപതി വേണു, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. പിന്നെ നിങ്ങൾ എന്താണ് ഈ മുനമ്പത്തുകാർക്ക് വേണ്ടിയാണ് നിങ്ങൾ നിൽക്കുന്നത്? മുനമ്പത്തുകാർക്ക് വേണ്ടിയാണ് ഞങ്ങൾ ശ്രമിക്കുന്നത്. മുനമ്പത്തുകാരെ സഹായിക്കാനാണ് UDF നിൽക്കുന്നത്. ഞാൻ നിങ്ങൾ പറയുന്ന വാദഗതികൾ മുഴുവൻ അങ്ങ് സ്വീകരിക്കാം. എന്നിട്ട് ഞാൻ ചോദിക്കുകയാണ്, എന്താണ് വേറെ പോം വഴി? വഖഫ് നിയമത്തിൻ്റെ ഭേദഗതി അല്ലാതെ മുനമ്പത്തുകാർക്ക് വേറെ ഏതെങ്കിലും ഒരു വഴിയുണ്ടോ? ട്രിബ്യൂണലിൽ പോകലല്ലാതെ. ട്രിബ്യൂണലിൽ പോയാൽ വഖഫ് ഭേദഗതി നിയമം ഇല്ലെങ്കിൽ മുനമ്പത്തുകാർക്ക് അവരുടെ ഭൂമി കിട്ടുമോ? ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, ഈ ചർച്ചയിൽ തന്നെ 10-15 മിനിറ്റ് മുമ്പ് താങ്കൾ പറഞ്ഞത് മുനമ്പത്തെ ഭൂമി വഖഫ് ഭൂമി അല്ല എന്ന് അങ്ങ് തന്നെ പറയുന്നു. ശരിയും അതാണല്ലോ. ഫറൂഖ് കോളേജിന് കൊടുത്തിരിക്കുന്ന ഭൂമിയാണ്, അത് വഖഫ് ഭൂമിയാണ്. അങ്ങ് തന്നെ സൂചിപ്പിച്ചല്ലോ. ഒരു മിനിറ്റ് അത് ഈ നിയമത്തിന്റെ ഭേദഗതി നിയമത്തിലെ 2A സെക്ഷൻ പ്രകാരമാണ് സാർ. നിങ്ങൾ എന്താ ഇങ്ങനെ പറയണേ? 2A സെക്ഷൻ ഈ നിയമത്തിലെ ഭേദഗതി 2A സെക്ഷൻ പ്രകാരമാണ്. നിങ്ങളത് പറഞ്ഞോളൂ, ചോദിക്കാം, ഞാൻ കേൾക്കാം. 2 പോയിന്റുകൾ 2 പേരായി മുന്നോട്ട് വെച്ചു, അതിന് ചോദിച്ചോളൂ. അല്ല, എന്റെ ചോദ്യം മുനമ്പത്തെ ഭൂമി അത് വഖഫ് ഭൂമി അല്ല എന്നുള്ളത്
ഏതാ സബ്ജുഡീസ് ആകുമായിരുന്നു. ഇന്നലെ കിരൺ റിജിജു മന്ത്രി അവിടെ വന്നിട്ട് ഇന്ന സെക്ഷൻ പ്രകാരം നിങ്ങൾക്ക് പരിഹാരം ഞങ്ങൾ തരുന്നു എന്ന് പറഞ്ഞാൽ സബ്ജുഡീസ് ആകുമായിരുന്നു ഞാൻ തിരിച്ചൊരു ചോദ്യം ചോദിക്കട്ടെ സാർ. വഖഫ് പ്രശ്നവുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിൽ പലയിടത്തും തർക്കങ്ങളും ഇതൊക്കെ നിൽക്കുന്നു. അവിടെ എവിടെയെങ്കിലും ഈ മൈനോറിറ്റീസിന്റെ പോർട്ട്ഫോളിയോ ഉള്ള കിരൺ റിജിജു പോയായിരുന്നു? വേറൊരിടത്തും പോയില്ല. നേരെ വന്നത് മുനമ്പത്തേക്കാണല്ലോ വന്നത്. അല്ല, ഈ വഖഫുമായി തർക്കം ഉള്ള പ്രദേശങ്ങളും തമിഴ്നാട്ടിലുണ്ട്, കർണാടകത്തിലുണ്ട്, അസാമിലുണ്ട്, ആന്ധ്രാപ്രദേശിലുണ്ട്, തെലങ്കാനയിലുണ്ട്, പലയിടത്തുമുണ്ട്, ഈവൻ ഡൽഹിയിൽ പോലുമുണ്ട്. അവിടെ ഒന്നും പോകാതെ അദ്ദേഹം നേരെ ഇങ്ങോട്ട് വന്നത് സാർ, ഇതൊക്കെ അരിയാഹാരമല്ല പൊറോട്ട കഴിക്കുന്ന ആളുകൾക്കും ബോധ്യപ്പെട്ടിട്ടുള്ളതാണ്. അദ്ദേഹം എന്തിനു ഉത്തരം പറയട്ടെ പറയൂ. എന്റെ സേനാപതി വേണു നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. അപ്പം നിങ്ങളുടെ അരിശം എന്ന് പറയുന്നത്, നിങ്ങളുടെ വിദ്വേഷം എന്ന് പറയുന്നത്, നിങ്ങളുടെ എതിർപ്പ് എന്ന് പറയുന്നത് കിരൺ റിജിജുവും സുരേഷ് ഗോപിയും BJPയും മുനമ്പത്ത് വന്നതാണ്. മുനമ്പത്ത് BJP വന്നില്ലായിരുന്നെങ്കിൽ, മുനമ്പത്ത് സുരേഷ് ഗോപി വന്നില്ലായിരുന്നെങ്കിൽ, മുനമ്പത്ത് ഈ നിയമ ഭേദഗതി വന്നില്ലായിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഇടതുപക്ഷത്തിനും വലതുപക്ഷത്തിനും ഈ 600 പാവങ്ങളുടെ വോട്ട് മേടിച്ച് ഇപ്പം ശരിയാക്കി തരാം, 10 മിനിറ്റിനുള്ളിൽ ശരിയാക്കി തരാം, നാളെ ശരിയാക്കി തരാം എന്ന് പറഞ്ഞ് തട്ടിക്കളിക്കാമായിരുന്നു. അതായിരുന്നു നിങ്ങളുടെ ലക്ഷ്യം. ആ ലക്ഷ്യം തകർന്നു. തകർന്നപ്പോ കിരൺ റിജിജു വന്നപ്പോ ആ ലക്ഷ്യം തകർന്നു. അതാണ് നിങ്ങളുടെ പ്രശ്നം. നിങ്ങളുടെ പ്രശ്നം ജനാധിപത്യ മര്യാദയും പാലിച്ചുകൊണ്ട് ഞാൻ പറയട്ടെ, നിങ്ങളുടെ പ്രശ്നം അതാണ്. അല്ലേ? അതല്ലേ പ്രശ്നം. വോട്ട് മേടിച്ചുകൊണ്ട് ഈ നാട്ടിൽ ഒരു കോടതിയുടെ വിഷയമായതുകൊണ്ടാണ് ഇതൊരു തർക്ക വിതർക്കങ്ങളിലേക്ക് പോകാതെ അഭിപ്രായ സ്വരൂപീകരണം എന്ന മാത്രം ലക്ഷ്യത്തിലുള്ള ചോദ്യങ്ങൾ ഞാൻ ചോദിച്ചത്. പക്ഷേ അതുകൊണ്ടാണ് അല്ല ഞാൻ വളരെ കൃത്യമായിട്ട് പറഞ്ഞതും എന്തുകൊണ്ടാണ് ഇന്ത്യയിലെ വഖഫ് പ്രശ്നം നിലനിൽക്കുന്ന ഒരു പ്രദേശത്തും പോകാതെ, ഇതിലും രൂക്ഷമായിട്ട് നിൽക്കുന്ന പ്രദേശങ്ങളിലൊന്നും പോകാതെ എന്തുകൊണ്ടാണ് ശ്രീ കിരൺ റിജിജു അദ്ദേഹം മുനമ്പത്ത് വരിക? ഇനിയിപ്പോ ശ്രീ ഗോപാലകൃഷ്ണൻ പറഞ്ഞതിനെ ഒരു അംഗീകരിച്ചാൽ പോലും ഒരു വാദഗതി ആ മുനമ്പം ഇടത്തേക്ക് എന്തുകൊണ്ട് അല്ല, മുനമ്പം ഒരു ദേശീയ വിഷയമാണ്. പ്രസക്തമായ ചില പശ്ചാത്തലം ഒരു ദേശീയ വിഷയമാണ് സാർ. അവിടേക്ക് പോകാതിരിക്കുക, കയറാൻ പറ്റാത്ത അവസ്ഥ വരിക, ഒരു ദേശീയ വിഷയമാണ്. പാർലമെന്റിൽ ചർച്ച ചെയ്യപ്പെട്ട വിഷയമാണ് മുനമ്പം. ഏതായാലും മുനമ്പക്കാരോട് പറയുക, പുതിയ നിയമം പാസാക്കിയിരിക്കുന്നു, ഇനി നിങ്ങൾ സമരം ചെയ്യേണ്ട കാര്യമില്ല. മുനമ്പം ഒരു ദേശീയ വിഷയമാണ്. ഇന്ത്യൻ പാർലമെന്റിൽ കിരൺ റിജിജു ഇത് മുനമ്പത്തെ പ്രശ്നം പരിഹരിക്കാനല്ല സാർ, മുനമ്പത്തെ പ്രശ്നത്തിൽ നിന്ന് നമുക്ക് മീൻ പിടിക്കാൻ പറ്റുമോ മാത്രമാണ്. വെള്ളം കലങ്ങിയിരിക്കുന്നു. അവിടെ സമരം ചെയ്യുന്ന പാവപ്പെട്ടവർ അവരിപ്പോഴും ഉത്കണ്ഠയിലാണ്. അതായത് ഏക ബോഡി എന്ന് പറയുന്ന സംസ്ഥാന ഗവൺമെന്റാണ്. അഡ്വക്കേറ്റ് സേനാപതി വേണു അങ്ങ് സാധാരണയായി വഴങ്ങിത്തരുന്നതാണ്. ഇന്നിപ്പോ എന്തുകൊണ്ടാണെന്ന് അറിയില്ല, സംസാരിച്ചുകൊണ്ടേയിരിക്കുന്നു. ഞാനത് ചോദിച്ചോട്ടെ, 600 650 കുടുംബങ്ങൾ മാത്രമുള്ള മുനമ്പത്തേക്ക് BJP കണ്ണ് നട്ടു എന്നങ്ങ് ആക്ഷേപിച്ചല്ലോ. അതിനെ 600 650 കുടുംബങ്ങളുള്ള ഒരിടത്തേക്ക് പോലും നോക്കാനും പ്രശ്നങ്ങൾ പരിഹരിക്കാനുമുള്ള ഒരു കേന്ദ്ര സർക്കാരിന്റെ സൂക്ഷ്മതയായി കണ്ടാൽ എന്താണ് പ്രശ്നം? ഒരു കുഴപ്പമില്ല, സൂക്ഷ്മതയെ നമുക്ക് കാണാം. പക്ഷെ വന്ന് കേന്ദ്രമന്ത്രിയോട് അവിടെ നിരാഹാരം ഇരിക്കുന്ന സാധുക്കൾ ചോദിച്ച ചോദ്യങ്ങൾക്ക് അദ്ദേഹം പറഞ്ഞത്, നിങ്ങൾക്ക് സുപ്രീം കോടതി വരെ കേസ് നടത്താനുള്ള സ്വാതന്ത്ര്യം ഇപ്പോൾ കോടതിയുടെ പരിഗണന വിഷയത്തിൽ പിന്നെ എന്ത് പറയണം അദ്ദേഹം? എന്താണ് അദ്ദേഹം പറയേണ്ടത്? അല്ല വാസ്തവത്തില് സേനാപതി വേണു, നിങ്ങൾക്ക് ഉത്തരവ് ഒന്നിനും അല്ല, ഞങ്ങൾക്ക് ഉത്തരവുണ്ട് സാർ. നിങ്ങൾ പറഞ്ഞ കാര്യത്തിന് പാർലമെന്റിൽ ഹൈബി ഈഡൻ ചോദിച്ചു, ഹൈബി ഈഡനും ചോദിച്ചു, ശ്രീ പ്രേമചന്ദ്രനും ചോദിച്ചു. സുഹൃത്തെ, നിങ്ങള് ഒരു മിനിറ്റ്
പറഞ്ഞോ സാർ, ഞാൻ വഴങ്ങി. എന്തൊരു കഷ്ട. ഞാനൊരു ചെറിയ കാര്യം ചോദിച്ചോട്ടെ. വഖഫ് ഭേദഗതി നിയമത്തിലെ ഏത് സെക്ഷനെയാണ് നിങ്ങൾ എതിർക്കുന്നത്? സെക്ഷൻ 40 നിങ്ങൾ എതിർക്കണ്ടോ ഇല്ലയോ? സെക്ഷൻ 40 നിങ്ങൾ എതിർക്കണ്ടോ ഇല്ലയോ? എൻ്റെ ചോദ്യത്തിന് ഉത്തരം പറയേ. അതോ നിങ്ങൾ അമുസ്ലിമിനെ പ്രവേശിപ്പിച്ചതിനെതിരായിട്ടാണോ നിങ്ങൾ എതിർത്തത്? സെക്ഷൻ 40 നിങ്ങൾ എതിർക്കണ്ടോ ഇല്ലയോ? അത് പറയേ. നിങ്ങൾ സെക്ഷൻ 40 എതിർക്കുന്നുണ്ടോ ഇല്ലയോ? നമുക്ക് ആ ഈ നിയമമല്ലാതെ മുനമ്പത്തുകാർക്ക് വേറെ ഒരു രക്ഷയുമില്ല. ഭേദഗതി നിയമമല്ലാതെ മുനമ്പത്തുകാർക്ക് വേറെ there is no other answer. നിങ്ങൾ സെക്ഷൻ 40 അനുകൂലിക്കണ്ടോ ഇല്ലയോ? സെക്ഷൻ 40 എടുത്തു കളഞ്ഞ ഭേദഗതി നിയമത്തെ നിങ്ങൾ എതിർത്തു. സെക്ഷൻ 40 നിങ്ങൾ എതിർത്തുകൊണ്ട് കപിൽ സിബൽ ഇന്ന് സംസാരിച്ചതിനെ നിങ്ങൾ അംഗീകരിച്ചു. അല്ലല്ല, ഒരു മിനിറ്റ്, എൻ്റെ ചോദ്യത്തിന് ഉത്തരം പറ. സെക്ഷൻ 40 എടുത്തു മാറ്റിയതിനെ നിങ്ങൾ അനുകൂലിക്കുന്നുണ്ടോ ഇല്ലയോ? പറയൂ. ഒരൊറ്റ ചോദ്യത്തിന് ഉത്തരം പറ. നിങ്ങൾ കോൺഗ്രസ് സെക്ഷൻ 40 അനുകൂലിക്കുന്നുണ്ടോ ഇല്ലയോ? എന്റെ ചോദ്യത്തിന് ഉത്തരം പറ. നിങ്ങൾ പരത്തി പറയല്ലേ. ചോദ്യത്തിന് ഉത്തരം പറ. എന്റെ ചോദ്യത്തിന് ഉത്തരം പറ. സെക്ഷൻ 40 അനുകൂലിക്കുന്നുണ്ടോ ഇല്ലയോ? എന്റെ ചോദ്യത്തിന് ഉത്തരം പറ. എന്റെ ചോദ്യത്തിന് ഉത്തരം പറ. സെക്ഷൻ 40 അനുകൂലിക്കണ്ടോ നിങ്ങൾ? എന്റെ ചോദ്യത്തിന് ഉത്തരം പറ. സെക്ഷൻ 40 വഖഫ് ബൈ യൂസർ നിങ്ങൾ അനുകൂലിക്കണ്ടോ ഇല്ലയോ? അത് പറയേ. ബാക്കിയൊക്കെ അമുസ്ലിമിന്റെ കാര്യമൊക്കെ മാറ്റിവെക്ക്, അതൊക്കെ നമുക്ക് വേറെ ചർച്ച ചെയ്യാം. സെക്ഷൻ 40 നിങ്ങൾ അനുകൂലിക്കണ്ടോ? സെക്ഷൻ 40 നിങ്ങൾ അനുകൂലിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ മുനമ്പത്തുകാർക്കെതിരാണ്. സെക്ഷൻ 40 എടുത്തു മാറ്റുന്നതിന് നിങ്ങൾ അംഗീകരിക്കുകയാണെങ്കിൽ ഞാൻ ബാക്കി പറയാം. എന്റെ ചോദ്യത്തിന് ഉത്തരം പറയാതെ തരികിട പറയല്ലേ വേണു, അത് മോശമാണ്. ഞാൻ ചോദിച്ചത് കൃത്യമാണല്ലോ. നിങ്ങൾ എന്ത് ചോദിച്ചാലും ഞാൻ മറുപടി പറയുന്നില്ലേ? അപ്പൊ നിങ്ങൾ ഞാൻ ചോദിച്ചത് പറ. സെക്ഷൻ 40 എടുത്തു കളഞ്ഞതിന് നിങ്ങൾ അനുകൂലിക്കുന്നുണ്ടോ ഇല്ലയോ? ഞാൻ അങ്ങ് ചോദിച്ച ചോദ്യത്തിന് മറുപടി പറയലേക്ക് കടക്കുകയാണ്. ഞാൻ മറുപടി പറയട്ടെ. അത് തന്നെയാണ് സുപ്രീം കോടതി ചോദിച്ച ഒരു ചോദ്യവും. ബൈ യൂസർ 100-150 വർഷമായി രജിസ്റ്റർ ചെയ്യപ്പെടാതെ അല്ലെങ്കിൽ ഡീഡാക്കി മാറ്റാൻ കഴിയാതെ ഉപയോഗത്തിൽ ഇരുന്ന് വരുന്നതിനെ ഒറ്റ ദിവസം കൊണ്ട് ഡീനോട്ടിഫൈ ചെയ്തു കഴിഞ്ഞാൽ അതിൽ യഥാർത്ഥത്തിലുള്ള അവകാശികൾ പുറത്താകുകയോ അല്ലെങ്കിൽ ഈ ഭൂമി ഇത് സർക്കാരിൻ്റെതായി മാറുകയില്ലയോ എന്നുള്ള സുപ്രീം കോടതി ചോദിച്ച ചോദ്യം, ആ ചോദ്യം തന്നെയാണ് ഞങ്ങൾ ചോദിക്കുന്നത്. സേനാപതി, സ്വാതന്ത്ര്യം പ്രാപിച്ചതിന് ശേഷമല്ലല്ലോ, അതിന് മുമ്പ്. ഡീനോട്ടിഫൈ ചെയ്യണമെങ്കിൽ നോട്ടിഫൈ ചെയ്തിരിക്കണം. അതിന് തുടത്തില്ല എന്നാണ് ഈ 36 പറഞ്ഞിരിക്കുന്നത് പുതിയ ആക്ടില്. അപ്പൊ നിങ്ങൾ സംസാരിക്കുന്ന ഒരു അടിസ്ഥാനരഹിതമായ കാര്യമാണ്. ഡീനോട്ടിഫൈ ചെയ്യണമെങ്കിൽ നോട്ടിഫൈ ചെയ്തിരിക്കണം. അങ്ങനെയുള്ള വസ്തുവിനെ നമ്മൾ തുടത്തില്ല എന്നാണ് പുതിയ ആക്ടിൽ പറയുന്നത്. അപ്പൊ രണ്ടും കൂടെ ശരിയാവും. അല്ലല്ല, ഇവിടെ വഖഫ് ബൈ യൂസർ അല്ലെങ്കിൽ ഉപയോഗത്തിൽ ഇരുന്ന് വരുന്ന വഖഫ്, അത് ഞാൻ വീണ്ടും വായിക്കാം. പുതിയ ആക്ടിൽ പറയുന്നത് provided that the existing waqf by user properties registered on or before the commencement of the Waqf Amendment Act 2025 as waqf by user will remain as waqf properties എന്നാണ് ഇതിൽ എഴുതിയിരിക്കുന്നത് പുതിയ ആക്ടിൽ. നിങ്ങൾ അതിന് ഘടകവിരുദ്ധമായിട്ടാണ് ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കുന്നത്. ഞാൻ വായിച്ചത് തെറ്റാണോ? ഞാൻ പറഞ്ഞതില്ലാത്തത് 100-150 വർഷങ്ങളായി വഖഫ് ഭൂമിയായി ഉപയോഗിച്ചു വരുന്ന ഭൂമികൾ മാറ്റിയിടപ്പെട്ട ഭൂമികൾ തിരിച്ചു പിടിക്കാൻ പറ്റുമോ എന്നുള്ള ചോദ്യം എന്തുകൊണ്ട് അവർ രജിസ്റ്റർ ചെയ്തില്ല? 103 വർഷമായിട്ട് എന്തുകൊണ്ട് രജിസ്റ്റർ ചെയ്തില്ല? ആൻസർ മൈ ക്വസ്റ്റ്യൻ. അല്ല, അതിനാണല്ലോ കപിൽ സിബൽ പറഞ്ഞിരിക്കുന്നത്. എന്തുകൊണ്ട് നിങ്ങൾക്ക് പ്രൊവിഷൻ ഉണ്ട്, സൗകര്യങ്ങളുണ്ട്, നിങ്ങൾ എന്തുകൊണ്ട് രജിസ്റ്റർ ചെയ്തില്ല? അല്ല, അതല്ലേ പറഞ്ഞത്. അന്ന് രജിസ്ട്രേഷൻ ആധാരമായിട്ടുള്ള രേഖകളോ അല്ലെങ്കിൽ രേഖ വേണ്ട, ഡീഡ് വേണ്ട. നിങ്ങൾ ഉണ്ടാക്കിയ ആക്ടിന് അടിയിൽ രജിസ്ട്രേഷന് ഡീഡ് വേണ്ട. അപ്പൊ എന്തുകൊണ്ട് രജിസ്റ്റർ ചെയ്തില്ല? വീണ്ടും ഞാൻ അങ്ങോട്ട് നേരം ചോദിക്കുന്നു, രജിസ്റ്റർ ചെയ്തില്ല എന്ന ഒറ്റ കാരണത്താൽ ഇത് നിയമവിരുദ്ധമായി മാറുമോ? അത് വഖഫ് അല്ലാതായി പിന്നെ രജിസ്റ്റർ ചെയ്യാതെ നിങ്ങൾ നിങ്ങളെ വസ്തു വിൽക്കുവോ അല്ലെങ്കിൽ നിങ്ങൾ വസ്തു വാങ്ങിക്കുവോ? രജിസ്റ്റർ ചെയ്യാതെ നാളെ നിങ്ങൾ വസ്തു വാങ്ങാൻ പോയാണ്, രജിസ്റ്റർ ചെയ്യാതെ വാങ്ങും. അല്ല, രണ്ടാമത്തെ കാര്യം, രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ സേഫ്റ്റി അല്ലേ കിട്ടുക?
നിങ്ങളെ വസ്തു. അല്ല, അതൊക്കെ ഞാൻ സമ്മതിച്ചേ, അതൊക്കെ ഞാൻ സമ്മതിച്ചു. നമ്മുടെ നാട്ടില് നിങ്ങൾ വിചാരിക്കുന്ന കാലാകാലം വസ്തു രജിസ്റ്റർ ചെയ്യാതിരിക്കണമെന്നാണ്. ഇതിനൊരു ക്ലാരിറ്റി വരണ്ടേ? ഏതൊക്കെയാണ് വഖഫ് വസ്തുക്കൾ, ഏതൊക്കെയാണ് സർക്കാർ വസ്തുക്കൾ, ഏതൊക്കെയാണ് പ്രൈവറ്റ് വസ്തുക്കൾ, ഇതിനൊരു ക്ലാരിറ്റി വേണം. നമ്മളെ ഈ പിന്നെ ജനാധിപത്യ രാഷ്ട്രീയം തീർച്ചയായിട്ടും ക്ലാരിറ്റി വേണമെന്നേ. ആ ക്ലാരിറ്റി അല്ല, അതാണല്ലോ 36-ൽ ചോദിക്കുന്ന 103 വർഷമായിട്ട് അതിനൊരു സാഹചര്യം കിട്ടിയില്ല. ഡീഡ് വേണ്ട, നിങ്ങൾ പ്ലീസ് കം ആൻഡ് രജിസ്റ്റർ ഇറ്റ് എന്നാണ് നിങ്ങൾ ഉണ്ടാക്കിയ വഖഫ് ആക്ട് പോലും പറഞ്ഞത്. എന്നിട്ടും രജിസ്റ്റർ ചെയ്യില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ല, രജിസ്റ്റർ ചെയ്തില്ല എന്ന കാരണത്താൽ അത് വലിയ കാരണമല്ലേ? കല്യാണം കഴിച്ചാൽ പോലും രജിസ്റ്റർ ചെയ്യേണ്ട, നമ്മളൊരു കുട്ടി ഉണ്ടായ രജിസ്റ്റർ ചെയ്യേണ്ട പേര്, എല്ലാ കാര്യങ്ങളും. അല്ല, അത് ഈ കാലഘട്ടത്തിലല്ലേ ഡീഡ് വേണ്ടല്ലോ രജിസ്ട്രേഷന്. നിങ്ങൾ ഉണ്ടാക്കിയ സ്റ്റാലിൻ ദേവൻ കല്യാണം രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവും. അങ്ങയുടെ മാതാപിതാക്കളോ അതിനു മുമ്പുള്ള തലമുറയിൽപ്പെട്ടവരോ കല്യാണം ജീവിക്കുന്നുണ്ടായിരുന്നല്ലോ. കഴിഞ്ഞ 7-ാം തീയതി വരെ രജിസ്റ്റർ ചെയ്യാമായിരുന്നല്ലോ. അല്ല, ഞാൻ ചോദിച്ചത് 8-ാം തീയതിയാണ് പുതിയ നിയമം വന്നത്. 7-ാം തീയതി ചെയ്തില്ല എന്ന കാരണത്താൽ സർക്കാരിന് പിടിച്ചെടുക്കാൻ പിടിച്ചെടുക്കുന്നത് അങ്ങനെ പിടിച്ചെടുക്കുന്നത് നിയമവിധേയമാണോ? എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നിങ്ങൾ ഉണ്ടാക്കിയ 1995 ആക്ടിൽ പറയുന്നു യഥാസമയം മുത്തവലി രജിസ്റ്റർ ചെയ്തെങ്കിൽ അങ്ങനെ ജയിലിലിടാമെന്നാണ് പറയുന്നത്. 95 ആക്ടിൽ 95 നിങ്ങൾ ഉണ്ടാക്കിയ ആക്ട് ആണ്. പിന്നെ എന്തുകൊണ്ട് രജിസ്റ്റർ ചെയ്തില്ല? എന്റെ ചോദ്യം അതാണ്. ഇന്ന് സുപ്രീം കോടതി ചോദിച്ച ചോദ്യം അതാണ്. ഏതെങ്കിലും കാരണവശാൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടില്ല എന്ന കാരണത്താൽ അത് ഡീനോട്ടിഫൈ ചെയ്ത് സർക്കാരിന്റെ ഭൂമിയാക്കി മാറ്റാൻ ക്ലാരിഫിക്കേഷൻ വരും. അത് ഇപ്പൊ അഡ്മിഷൻ സ്റ്റേജിലല്ല, അതിന്റെ ഡീറ്റെയിൽഡ് ആർഗ്യുമെന്റ് വരുമ്പോൾ. പിന്നെ ഒരു കാര്യം കൂടി എനിക്ക് പറയാനുള്ളത്, അദ്ദേഹം പറഞ്ഞു ഈ ബോർഡിൽ ഇരിക്കുന്നവർ പിന്നെ ഗവൺമെന്റ് സർവൻസ് അല്ല, മറ്റുള്ളതൊക്കെ ഓരോ തസ്തികയിൽ ഇരിക്കുകയാണ്. അപ്പോൾ ഇവിടെ എനിക്ക് 101 സബ്സെക്ഷൻ 2, അതായത് every executive officer and every person holding any office in a waqf shall also be deemed to be a public servant within the meaning of section 21 of the Indian Penal Code. ഇതെല്ലാം സർക്കാർ ഉദ്യോഗസ്ഥരായിട്ടാണ് മുത്തവല്ലി ഉൾപ്പെടെയുള്ള ആൾക്കാരെ കണക്കാക്കുന്നത്. അവിടെയാണ് നിങ്ങൾ പറയുന്നത് മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ അപ്പോയിൻറ്റ്. ഞാൻ സപ്പോർട്ട് ചെയ്യുന്നില്ല, എന്നാലും അവിടെ മാൻഡേറ്ററി അല്ല മിസ്റ്റർ. കാരണം എന്താണ്? ഇത് സർക്കാർ ഉദ്യോഗസ്ഥന്മാരാണ് വഖഫ് ബോർഡിൽ ഇരിക്കുന്ന മുത്തവല്ലി ഉൾപ്പെടെയുള്ള ആൾക്കാർ. അപ്പോൾ പിന്നെ എങ്ങനെയാണ് അതിനകത്ത് മതം കൊണ്ടുവരാൻ സാധിക്കുക? അഡ്വക്കേറ്റ് വി ഗോപാലകൃഷ്ണൻ, അതായത് വഖഫ് ഭൂമിയുടെ പേരിൽ പലയിടത്തും തർക്കങ്ങളുണ്ടായി. ചില ഗ്രാമങ്ങൾ ജനം ടി വി റിപ്പോർട്ട് ചെയ്തതാണ്, എക്സ്ക്ലൂസീവായിരുന്നു അത്. തിരുച്ചെന്തൂരിലെ ഒരു ഗ്രാമമാകെ, അവിടുത്തെ കർഷകരാകെ, കൃഷിഭൂമിയാകെ വഖഫിൻ്റേതാണെന്ന് അവകാശവാദം ഉന്നയിച്ചു കഴിഞ്ഞു എന്ന വാർത്ത ഞങ്ങൾ പുറത്തുവിട്ടതാണ്. അപ്പോൾ ചില ഗ്രാമങ്ങൾ ഒന്നാകെ പോലും വഖഫ് ആകുന്ന നിലയുണ്ടായി. അതുകൊണ്ടാണ് സർക്കാർ പറഞ്ഞത് തുടർവാദത്തിൽ നിയമനിർമ്മാണത്തിൻ്റെ പശ്ചാത്തലം എന്തായിരുന്നു, ജനങ്ങൾ എന്താണ് പറഞ്ഞത്, അവരുടെ ആവശ്യം എന്തായിരുന്നു, അവരുടെ പരാതി എന്തായിരുന്നു എന്നൊക്കെ ഞങ്ങൾ പഠിച്ചതാണ് എന്ന് സർക്കാർ പറഞ്ഞത്. നോക്കൂ, സർക്കാരിൻ്റെ ഉത്തരവാദിത്വം ബോധ്യപ്പെടുത്താനോ നീക്കം? യാതൊരു സംശയവുമില്ല. സർക്കാരിൻ്റെ കൃത്യമായിട്ടുള്ള താല്പര്യമെന്ന് പറഞ്ഞാൽ, ഒന്ന് വഖഫ് ഭൂമി യഥാർത്ഥ വഖഫ് എന്ന് പറഞ്ഞാൽ ഡെഡിക്കേറ്റഡ് ടു അള്ളാ. ആ ഡെഡിക്കേറ്റഡ് ടു അള്ളാ എന്ന യഥാർത്ഥ വഖഫ് ഭൂമി ഏതൊക്കെയാണ്, അതിൻ്റെ ഒരു ലിസ്റ്റ് എടുക്കണം. അതിന് കൃത്യമായ പ്രമാണം ഉണ്ടാവണം, രജിസ്ട്രേഷൻ ഉണ്ടാവണം. അത് ഏതൊക്കെയാണ് ഭൂമി എന്ന് കൃത്യമായി അറിയണം. അങ്ങനെ വഖഫ് എന്ന് പറയുന്നതിനെ ഒരു വളരെ കൃത്യമായ രീതിയിലുള്ള ഒരു പരിശോധനയിലൂടെ അതിനെ കോർത്തിണക്കുക എന്ന അടിസ്ഥാനപരമായ സമീപനം ഈ നിയമത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം ഞാൻ പറയാം. അതിനു മുമ്പ് എനിക്ക് സേനാപതി വേണുവിനോട് ചോദിക്കാനുള്ളത്, മിസ്റ്റർ വേണു, നിങ്ങളുടെ ലീഗ് MLA ഈ നിയമസഭയിൽ കഴിഞ്ഞ ദിവസം എഴുന്നേറ്റ് നിന്ന്, ഓൺ റെക്കോർഡാണ് എഴുന്നേറ്റ് എന്ന് പറഞ്ഞത്, ലീഗ് MLA എഴുന്നേറ്റ് എന്ന് പറഞ്ഞത് മുനമ്പം ഭൂമി വഖഫിൻ്റേതാണ്, ഒരു കോംപ്രമൈസും ഇല്ല, വഖഫിൻ്റേതാണ് ലീഗ് MLA. രണ്ടാമത്തെ കാര്യം വഖഫ് ഭൂമിയാണെന്ന് പറഞ്ഞു. രണ്ടാമത്തത് ഇവിടുത്തെ ഇടതുപക്ഷത്തിൻ്റെ അബ്ദുൾ റഹ്മാൻ എന്ന് പറയുന്ന മന്ത്രി, ആ മന്ത്രി നിയമസഭയിൽ എഴുന്നേറ്റ് എന്ന് പറഞ്ഞു, ഞങ്ങൾ തൽക്കാലം അവർക്ക് നികുതി അടക്കാനുള്ള സൗകര്യമൊക്കെ ചെയ്തു കൊടുത്തിട്ടുണ്ട്, പക്ഷേ ആ ഭൂമിയിൽ നിന്ന് അവർ മാറണം, അത് വഖഫ് ഭൂമിയാണ്. ഞാൻ ചോദിക്കട്ടെ, VD സതീശൻ ഉണ്ടായിരുന്നില്ലേ വേദിയിൽ? നിങ്ങളുടെ ലീഗ് MLA എഴുന്നേറ്റ് നിൽക്കുമ്പോൾ
10 മിനിറ്റിനുള്ളിൽ പരിഹരിക്കാമായിരുന്നില്ലേ ലീഗ് MLA അവിടെ പിടിച്ചിരുത്തിയിട്ട്? മന്ത്രി ഇത് പറഞ്ഞപ്പോൾ എഴുന്നേറ്റ് നിന്ന് മന്ത്രിയുടെ മുമ്പിൽ ഇത് വഖഫ് ഭൂമിയല്ല എന്ന് പറയാനുള്ള തൻ്റെ ഇടം വി.ഡി. സതീശൻ കാണിച്ചോ? ഇനി ഞാൻ വീണ്ടും പറയാം, 2013 അമെൻമെൻറ്റ് പ്രകാരം 1970 കാലഘട്ടത്തിൽ തുടങ്ങിയ കേസാണ് 200 ഭൂമിയുടെ കേസ്. 200 ഭൂമിയുടെ കേസ്. അത് 43 കൊല്ലം ഇന്ത്യൻ യൂണിയൻ വേഴ്സസ് വഖഫ് ബോർഡുമായിട്ട് കേസ് നടന്നു. വഖഫ് ബോർഡ് പാലം, വിമാനത്താവളം അടക്കം, സുപ്രീം കോടതി ഇരിക്കുന്ന സ്ഥലമടക്കം, ഇന്ത്യൻ പാർലമെന്റ് അടക്കം, ഡൽഹിയിലെ കണ്ണായ സ്ഥലങ്ങൾ പലതും വഖഫിൻ്റേതാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് കേസ് നടത്തി. ആ കേസ് ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് തുടങ്ങിയതാണ്. ഏറ്റവും അവസാനം മൻമോഹൻ സിംഗിൻ്റെ കാലം വരെയുള്ള കാലഘട്ടത്തിൻ്റെ ഏറ്റവും 2013 ആരോടും ചോദിക്കാതെ അതെല്ലാം അതിൽ 123 എണ്ണം അത് വഖഫിന് അങ്ങോട്ട് വിട്ടുകൊടുത്തു. നിങ്ങൾ നിങ്ങളുടെ മന്ത്രിസഭ നഷ്ടപ്പെടുമെന്ന് മനസ്സിലാക്കി സകല കുഴപ്പങ്ങളും ഉണ്ടാക്കി മന്ത്രിസഭ പോകുമെന്ന് കണ്ടപ്പോൾ മുസ്ലിം മതത്തിൻ്റെ സപ്പോർട്ട് കിട്ടാൻ 123 സ്ഥലങ്ങൾ അങ്ങ് വഖഫ് ബോർഡിന് എഴുതി കൊടുത്തു. 43 വർഷം കേസ് നടത്തിയ സ്ഥലങ്ങളാണ്. അപ്പം ഇത് നിങ്ങൾ ആരോട് ചോദിച്ചിട്ടാ ചെയ്തത്? കിരൺ റിജ്ജു മുനമ്പത്ത് വന്നപ്പോൾ നിങ്ങൾ പറയുന്നത് അതിൻ്റെ പിന്നിൽ മതം ഉണ്ടായിരുന്നു എന്നാ. എൻ്റെ പൊന്നു സുഹൃത്തെ, കിരൺ റിജ്ജു ഇന്ത്യൻ പാർലമെൻറ്റിൽ മുനമ്പത്തെ പേര് പറഞ്ഞിട്ടാണ് മുനമ്പത്തെ ജനങ്ങൾ അനുഭവിക്കുന്ന വിഷമത്തെക്കുറിച്ച് പറഞ്ഞത്. മുനമ്പം എന്ന വാക്ക് അദ്ദേഹം ഉപയോഗിച്ചു. അത്രയേറെ കൺസേൺ ഉണ്ട് ഞങ്ങൾക്ക് മുനമ്പത്തെ വിഷയത്തിൽ. ഈ കേരളത്തിലെ മുനമ്പത്തെ വിഷയത്തിൽ ഞങ്ങൾക്ക് കൺസേൺ ഉണ്ട്. ഇന്ത്യയിലുള്ള പല സ്ഥലത്തെ വിഷയത്തിലും ഞങ്ങൾ കൺസേൺ ഉണ്ട്. കിരൺ റിജ്ജു മുനമ്പത്ത് പോയതുപോലെ അവിടെ എല്ലാം പോവും, തമിഴ്നാട്ടിൽ പോകാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം പോയത്. അപ്പം നിങ്ങളുടെ അടിസ്ഥാന പ്രശ്നം ഇടതുപക്ഷത്തിൻ്റെയും വലതുപക്ഷത്തിൻ്റെയും കോൺഗ്രസിൻ്റെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെയും അടിസ്ഥാന പ്രശ്നം എന്ന് പറയുന്നത് BJP ഈ വിഷയത്തിൽ ഇടപെട്ടതാണ്. BJP വഖഫ് ഭേദഗതി ബില്ല് കൊണ്ടുവന്നപ്പോൾ കേരളത്തിലെ കത്തോലിക്ക സഭ പറഞ്ഞു ആ ബില്ലിനെ പിന്തുണയ്ക്കണം. നിങ്ങൾ കോൺഗ്രസിലെ CPM-ലെ കോൺഗ്രസിലെ ഒരൊറ്റ ക്രിസ്ത്യാനി MP പോലും പിന്തുണച്ചില്ല എന്ന് പറഞ്ഞാൽ ക്രൈസ്തവ സഭയെ അപമാനിച്ചു. കോൺഗ്രസ് MPമാർ ക്രൈസ്തവ സഭയെ അപമാനിച്ചു. അപ്പം കിരൺ റിജ്ജു നിയമം കൊണ്ടുവന്ന് ഈ വഖഫ് പുതിയ ഭേദഗതി നിയമം മുനമ്പത്തിന് ബാധകമാണെന്ന് പറഞ്ഞ് അദ്ദേഹം അവിടെ വന്നപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും ഭയങ്കര അസൂയ, നിങ്ങൾക്കെല്ലാവർക്കും വല്ലാത്ത വിഷമം. കാരണം BJP രംഗത്തേക്ക് ഇറങ്ങിയിരിക്കുന്നു. സുരേഷ് ഗോപി വന്നതോടുകൂടി മുനമ്പം വിഷയം ദേശീയ ശ്രദ്ധ ആകർഷിച്ചു. അപ്പോൾ ക്രൈസ്തവ സഭയ്ക്ക് BJPയോട് ഇത്രയും കാലം BJP വർഗീയത BJP എന്ന് പറഞ്ഞാൽ വർഗീയത എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന നിങ്ങൾ ഇപ്പോൾ BJPയും ക്രൈസ്തവ സഭയുടെ ഒരു കാര്യത്തിൽ ഇടപെട്ടപ്പോൾ നിങ്ങളുടെ രാഷ്ട്രീയം അത് നിങ്ങൾ മുനമ്പത്തെ ജനങ്ങളെ ഇല്ലാതാക്കാൻ നോക്കിക്കൊണ്ട് ശ്രമിക്കുകയാണ്. അല്ലെങ്കിൽ വഖഫ് ഭേദഗതി നിയമത്തെ നിങ്ങൾ പിന്തുണയ്ക്കണമായിരുന്നു. ആത്മാർത്ഥത നിങ്ങൾക്കുണ്ടായിരുന്നെങ്കിൽ, മുനമ്പത്തെ ജനങ്ങളോട് എന്തെങ്കിലും ആത്മാർത്ഥത ഉണ്ടായിരുന്നെങ്കിൽ വഖഫ് ഭേദഗതി നിയമത്തെ നിങ്ങൾ പിന്തുണയ്ക്കണമായിരുന്നു. ഏറ്റവും കുറവ് ആ വഖഫ് ബൈ യൂസർ എന്ന് പറയുന്ന സെക്ഷൻ 40 നിങ്ങൾ അംഗീകരിക്കണമായിരുന്നു. ഇതൊന്നും നിങ്ങൾ ചെയ്തില്ല. എന്നിട്ട് നിങ്ങൾ പറയാം 10 മിനിറ്റുള്ളിൽ പരിഹരിക്കാമെന്ന്. നിങ്ങളാണ് വാസ്തവത്തിൽ മുനമ്പത്തെ ജനങ്ങളെ ചതിക്കുന്നത്. നിങ്ങളാണ് വാസ്തവത്തിൽ മുനമ്പത്തെ ജനങ്ങളെ ഇല്ലാതാക്കാൻ പോകുന്നത്. ഈ സുപ്രീം കോടതി സ്റ്റേ കൊടുക്കാതിരിക്കുന്നിടത്തോളം കാലം അതിൻ്റെ കൃത്യമായ കാര്യങ്ങളിൽ, അതിൻ്റെ ക്രക്സ് എന്ന് പറയുന്ന ഈ നിയമത്തിൻ്റെ ക്രക്സിൽ സുപ്രീം കോടതി തൊട്ടിട്ടില്ല. ആകെ 3 കാര്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ആ 3 കാര്യം അപ്രധാനമായ കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത്. അതിനെ വലിയ ഇതായിട്ടൊന്നും ഞാൻ കാണുന്നില്ല. അതിലൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ് മിസ്റ്റർ ദേവൻ ഇവിടെ സ്റ്റാലിൻ ദേവൻ ഇവിടെ സൂചിപ്പിച്ചത്. 103ഉം 200ഉം വർഷമായി കയ്യിലിരിക്കുന്ന ഭൂമി എന്തുകൊണ്ട് രജിസ്റ്റർ ചെയ്തില്ല? നിങ്ങൾ നോക്കിക്കോളൂ. ആ ഭൂമി രജിസ്റ്റർ ചെയ്യാനായിരിക്കും ഒരുപക്ഷെ സുപ്രീം കോടതി പറയുക. വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് എന്തുകൊണ്ട് അത് രജിസ്റ്റർ ചെയ്തില്ല എന്ന് പറഞ്ഞാൽ രജിസ്റ്റർ ചെയ്യാത്ത ഏത് ഭൂമിയും നാളെ വഖഫായിട്ട് ഇങ്ങനെ കൊണ്ടു നടക്കാൻ പറ്റാത്ത ഒരവസ്ഥ ഉണ്ടാവാൻ പോകുകയാണ്. അതിനെ ഭയപ്പെടുന്നു ഇവിടുത്തെ ചില ആളുകൾ. നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ അതിനെ ഭയപ്പെടുന്നു. അങ്ങനെ ഭയപ്പെട്ടിട്ട് കാര്യമില്ല. നല്ല നട്ടലുള്ള സർക്കാരാണ് കേന്ദ്രം ഭരിക്കുന്നത്. ഇവരെന്ത് ബഹളം വെച്ചാലും ശരി, ഇവരെന്തൊക്കെ കാണിച്ചാലും ശരി, നീതിയും നിയമവും പരിഗണിക്കുന്നത് എങ്ങനെ എന്ന ചോദ്യം അത് രേഖകളുണ്ടായാൽ തീരുന്നതല്ലേ ഉള്ളൂ എന്ന വാദം അതല്ലേ അങ്ങ് പറഞ്ഞില്ല?
അല്ല, ക്വസ്റ്റ്യൻ മനസ്സിലായില്ലേ എനിക്ക്? അതായത് ഈ ഞാനാണോ? വ്യാജാവകാശവാദങ്ങൾ ഉന്നയിക്കാം വഖഫ് ഭൂമിയുടെ മേൽ, അത് വഖഫാണ് എന്ന് സ്വയം തീരുമാനിക്കാം, അതൊക്കെ മാറുകയാണല്ലോ. അതൊക്കെ മാറി. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് സെക്ഷൻ 40 എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് റീസൺസ് ടു ബിലീവ് ഉണ്ടെങ്കിൽ എടുക്കാം. പക്ഷേ അതേ വേർഡിങ്സ് തന്നെ 1954 നെഹ്റു കൊണ്ടുവന്ന ആക്റ്റിലും ഉണ്ടായിരുന്നു. ആർക്കും ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് എല്ലാവർക്കും സിവിൽ കോടതിയിൽ പോയി അവിടെ ഇന്ത്യൻ എവിഡൻസ് ആക്റ്റും ലോ ഓഫ് ലിമിറ്റേഷനും അഡ്വേഴ്സ് പൊസിഷനും ഒക്കെ ഉണ്ടായിരുന്നു. അവർക്ക് പരിഹാരം കിട്ടുമായിരുന്നു. അപ്പോൾ 1995 ഈ പുതിയ വഖഫ് ആക്ട് വന്നപ്പോഴാണ് ഈ സിവിൽ കോടതിയെ മാറ്റി പേരിന് ഒരു പേരിട്ട് കൊടുത്തു. സിവിൽ കോടതിക്ക് തുല്യമായിരിക്കും എന്ന വഖഫ് ട്രിബ്യൂണലിനെ കൊണ്ടുവന്നു. അതിൽ സിവിൽ പ്രൊസീജിയർ കോഡോ ഇന്ത്യൻ എവിഡൻസ് ആക്റ്റോ ലിമിറ്റേഷനോ ഒന്നും തന്നെ ഉണ്ടായില്ല. പക്ഷേ അതായിരുന്നു ഈ പ്രശ്നം അത്രയും ഉണ്ടാക്കിയത്. അപ്പോൾ ഈ സെക്ഷൻ 40 ആധിപത്യം ഊട്ടി ഉറപ്പിക്കപ്പെട്ടു. എന്താണ്, വഖഫ് ട്രൈബ്യൂണലിൽ ഒരു എവിഡൻസിനും വിലയില്ലാത്തൊരു അവസ്ഥ വന്നു. പക്ഷേ ഇപ്പോഴും ഇത്രയും നല്ല രീതിക്ക് വളരെ ഹാർഡ് വർക്ക് ചെയ്ത ഒരു അമെൻമെൻറ്റ് ഭേദഗതി ചെയ്തു എങ്കിലും ഞാൻ ആർട്ടിക്കിൾ 14 അടിസ്ഥാനത്തിൽ നിങ്ങളെ രണ്ടുപേരോടും ചോദിക്കുകയാണ്. ഇത് ഈ ഒരിടത്ത് എനിക്ക് ഒരു സിവിൽ വസ്തുസംബന്ധമായ കേസുണ്ടെങ്കിൽ സിവിൽ കോടതിയിൽ പോകുന്നതിന് തുല്യമായ രീതിക്കല്ലേ ഈ ട്രൈബ്യൂണലിലും എന്നെ പരിഗണിക്കേണ്ടത്? അവിടെ ഇതൊന്നും ഞാൻ നേരത്തെ പറഞ്ഞ ഒന്നുമില്ല. അവിടെ പിന്നെ വെറും ഒരു അപ്പീൽ പ്രൊവിഷൻ മാത്രം വച്ചതുകൊണ്ട് ഹൈക്കോടതിയിൽ പോയി കഴിഞ്ഞാൽ ഈ വിക്ടിമിന് എങ്ങനെയാണ് ന്യായം കിട്ടുക? ഒന്നുകിൽ ഈ വഖഫ് ട്രൈബ്യൂണലിനെ അബോളിഷ് ചെയ്യണമായിരുന്നു. അല്ല എന്നുണ്ടെങ്കിൽ സിവിൽ കോടതികൾ എന്തൊക്കെ നിയമങ്ങൾ ആപ്ലിക്കബിൾ ആണോ അവയെല്ലാം കൂടി വഖഫ് ട്രൈബ്യൂണലിലും കൊണ്ടുവരണമായിരുന്നു. അത് ഇപ്പോഴും ഒരു വലിയ ഭരണഘടനാ ലംഘനമായിട്ട് തന്നെ നിലനിൽക്കുകയാണ്. കാരണം നാളെ എൻ്റെ വസ്തു എടുത്തു കഴിഞ്ഞാൽ ഞാൻ ട്രൈബ്യൂണലിൽ പോവുകയാണെങ്കിൽ എനിക്ക് അവിടെ ഈ സിവിൽ കോടതിയിൽ കിട്ടേണ്ട എല്ലാ പരിഗണനയും എനിക്ക് വഖഫ് ട്രൈബ്യൂണലിലും കിട്ടാൻ അർഹതയുണ്ടെന്നാണ് നമ്മുടെ ഭരണഘടന പറയുന്നത്, ആർട്ടിക്കിൾ 14. ഇവിടെ ഈ പുതിയ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലും ഒരു വലിയ ലംഘനം, ഭരണഘടനാ ലംഘനം, മൗലികാവകാശ ലംഘനം ഇപ്പോഴും നടക്കുന്നുണ്ട് എന്നുള്ളതാണ് സത്യം. ശരി, അഡ്വക്കേറ്റ് സേനാപതി വേണം. പറയാനില്ല. ഞാൻ ഗോപാലകൃഷ്ണൻ സാർ പറഞ്ഞതിൽ ഒരു ക്ലാരിഫിക്കേഷന് വേണ്ടി അത് അദ്ദേഹം പറയട്ടെ. അതായത് ഡൽഹിയിലെ പാർലമെന്റ്, അതുപോലെ തന്നെ പാലം, വിമാനത്താവളം, പിന്നെ സുപ്രീം കോടതി, ഇതൊക്കെ വഖഫ് ക്ലെയിം ചെയ്തു എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പൊ എന്റെ ചോദ്യം, ഈ സ്ഥാപനങ്ങളൊക്കെ ഇപ്പോഴും കേന്ദ്ര ഗവൺമെന്റിന്റെയോ അല്ലെങ്കിൽ അതാത് അതോറിറ്റിയുടെ കൈകളിലാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ അങ്ങനെ ഏതെങ്കിലും ഒരു സ്ഥലത്തിന് ചുമ്മാതെ വന്നൊരു വഖഫ് ബോർഡിന് ഇത് ഞങ്ങളുടെ ഭൂമിയാണ് എന്ന് പറഞ്ഞ് എവിടെയെങ്കിലും ക്ലെയിം ചെയ്ത് അങ്ങനെ ഭൂമിയൊക്കെ കിട്ടും എന്നാരെങ്കിലും വിചാരിക്കുന്നുണ്ട് എങ്കിൽ അങ്ങനെയൊന്നും ഭൂമി കിട്ടത്തില്ല. അത് ക്ലെയിം ചെയ്യാൻ ഇപ്പൊ ഇന്ന പ്രദേശം ഇപ്പം അങ്ങനെയാണെങ്കിൽ ഇപ്പം ഗോപാലകൃഷ്ണൻ സാറ് താമസിക്കുന്ന സ്ഥലം വഖഫിന് വന്ന് ക്ലെയിം ചെയ്യാമല്ലോ, ആ ഭൂമി അങ്ങനെ കിട്ടും ആണെന്നുള്ളത്. അപ്പൊ അതൊന്നും അല്ല ഇതിൻ്റെ അകത്തെ എന്താ പറഞ്ഞ ഈ നിയമത്തിന്റെ ഒരു ക്രക്സ് എന്ന് പറയുന്നു. അത് സത്യസന്ധമായി മുസ്ലിംസ് അള്ളാഹുവിന് സംഭാവന ചെയ്തിരിക്കുന്ന ഭൂമി, അവന്റെ ഓൺ ഭൂമി, അത് മാത്രമേ സംഭാവന ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ ഏതെങ്കിലും ട്രസ്റ്റിന് കൊടുത്തിരിക്കുന്നോ അതല്ല ഏതെങ്കിലും ബോർഡുകൾക്കോ അത്തരത്തിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷനുകൾക്കോ കൊടുത്തിരിക്കുന്ന ഒന്നും അവർക്ക് അത് വഖഫ് ഭൂമിയാക്കാൻ പറ്റത്തില്ല. അപ്പൊ ആ കാര്യത്തെക്കുറിച്ച് വളരെ തെറ്റിദ്ധാരണാജനകമായ പ്രചരണങ്ങൾ ഇതിൻ്റെ ഇടയ്ക്ക് നടത്തുന്നു എന്നുള്ളതാണ്. അപ്പൊ അതിന് താങ്കൾക്കുള്ള മറുപടി എന്ത് എന്നുള്ളത് കേൾക്കാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. പിന്നെ ഒറ്റ കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ഈ നിയമത്തിന്റെ അകത്ത് ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളുണ്ട് എന്ന് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു. സ്റ്റേ ചെയ്തില്ലെങ്കിലും സ്റ്റേക്ക് തുല്യമായ ഒന്ന് എന്ന് പറഞ്ഞാൽ അങ്ങനെ പറയാൻ പറ്റത്തില്ല. ശ്രീ സ്റ്റാലിൻ ദേവൻ, അങ്ങേക്ക് പറയാം. എനിക്ക് പറയാനുള്ളത്, ഇപ്പം സേനാപതി സാർ പറഞ്ഞ് ശരിയാണെന്നുണ്ടെങ്കിൽ 1950 നവംബർ മാസം 1-ാം തീയതി സിദ്ദിഖ് സേട്ടു ഒരു പ്രമാണം എഴുതുകയുണ്ടായി. അന്ന് ആമിന എന്ന് പറയുന്ന മൈനറായ ഒരു പെൺകുട്ടിക്ക് കൂടി അവകാശപ്പെട്ട വസ്തു ആയിരുന്നു ആ വസ്തുവെന്ന് റെക്കോർഡിക്കലി നിങ്ങൾ കോൺഗ്രസ് നേതാക്കന്മാരുടെ മുമ്പ് സ്ഥാപിക്കാൻ തയ്യാറാണ്. ആ നിമിഷം അതിനുശേഷം നിങ്ങൾ മുനമ്പം നിലയോടൊപ്പം നിൽക്കാൻ തയ്യാറാകുമോ? ആമിന എന്ന് പറയുന്ന 11 വയസ്സുകാരിയായ മൈനറായ പെൺകുട്ടിക്ക് കൂടി അവകാശപ്പെട്ട വസ്തുവിനെയാണ് സിദ്ദിഖ് സേട്ടു വഖഫ് ആക്കിയത്. പരിപൂർണ ഉടമസ്ഥാവകാശമുള്ള വസ്തുവിനെ മാത്രമേ മുസ്ലിം നിയമപ്രകാരം ഒരു വഖഫാക്കാൻ കഴിയൂ എന്നിരിക്കെ ഞാൻ റെക്കോർഡിക്കലി അത് തെളിയിക്കാൻ തയ്യാറാണ്. നിങ്ങളുടെ മുമ്പേയും മുസ്ലിം ലീഗ് നേതാക്കളോ ആരുടെ മുമ്പേയും തെളിയിക്കാൻ തയ്യാറാണ്. പ്ലീസ് ഗീവ് മി എ ചാൻസ്. അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ, അങ്ങേക്ക് പറഞ്ഞ് അവസാനിപ്പിക്കാം. മിസ്റ്റർ സ്റ്റാലിൻ പറഞ്ഞതിനോടൊന്ന് കൂട്ടിച്ചേർത്തുകൊണ്ട് പറയുകയാണ്,
അന്ന് 1950 ഈ പ്രോപ്പർട്ടി കൈമാറുന്ന സമയത്ത് അത് വിൽക്കാമെന്നും അത് വിദ്യാഭ്യാസത്തിന് ഉപയോഗിക്കാമെന്നും അതുമായി ബന്ധപ്പെട്ട പല സഹായങ്ങൾക്കും ചെയ്യാമെന്നും എല്ലാം അന്നത്തെ കണ്ടീഷൻസ്, പ്രധാനപ്പെട്ട 3 കണ്ടീഷൻസ് അതിൽ വെച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കണ്ടീഷൻസ് വെച്ചാൽ തന്നെ അത് ഡെഡിക്കേറ്റഡ് ടു അള്ളാഹ് അല്ല, അപ്പോൾ തന്നെ അത് വഖഫ് ഭൂമി അല്ല എന്ന് വ്യക്തമാണ്. ഒന്ന്. രണ്ടാമത്തെ കാര്യം, സേനാപതി വേണു താങ്കൾ മനസ്സിലാക്കുക, നേരത്തെ ഇവിടെ പറഞ്ഞല്ലോ, ജനം ചാനൽ കണ്ടെത്തിയിട്ടുള്ള തമിഴ്നാട്ടിലെ ചന്ദ്രശേഖര ക്ഷേത്രമടക്കം ഈ ഇന്ത്യയിലെ ഇന്ത്യയിലെ എത്രയോ ക്ഷേത്രങ്ങൾ മുസ്ലിം ആധിപത്യം ഇവിടെ 10-ാം നൂറ്റാണ്ടിൽ വരുന്നതിന് മുമ്പുണ്ടായിരുന്ന ബൗദ്ധക്ഷേത്രമടക്കം 3-ാം നൂറ്റാണ്ടിലെ BC 3-ാം നൂറ്റാണ്ടിലെ ബൗദ്ധക്ഷേത്രമടക്കം ഇന്ത്യയിൽ ഏതാണ്ട് 31,000 അമുസ്ലിങ്ങളുമായി ബന്ധപ്പെട്ട ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട കേസുകളാണ് നിലനിൽക്കുന്നത്. ടോട്ടൽ കേസ് എന്ന് പറയുന്നത് 40,951 കേസുകളാണ്. ആ കേസുകളിൽ ഏതാണ്ട് 31,000 കേസ് ആ മുസ്ലിങ്ങളുമായിട്ടാണ്. അതിനകത്ത് ഏതാണ്ട് 17,000 കേസ് ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ടിട്ടാണ്. 9,942 കേസേ ഉള്ളൂ മുസ്ലിം ഭൂമിയുമായി ബന്ധപ്പെട്ടത്. എന്ന് പറഞ്ഞാൽ മുസ്ലിം ഭാരതത്തിൽ എത്തുന്നതിന് മുമ്പുണ്ടായിരുന്ന ക്ഷേത്രം പോലും വഖഫായി, യൂസർ ബൈ വഖഫ് എന്ന രീതിയിലേക്ക് കൊണ്ടുവന്ന് നോട്ടീസ് കൊടുത്തിരിക്കുകയാണ്. ആർക്കും എന്തും ചെയ്യാവുന്നതാ. സേനാപതി വേണു നല്ലൊരു മനുഷ്യനാണെന്ന് എനിക്ക് മനസ്സിലായി, പക്ഷെ അദ്ദേഹം കാര്യങ്ങൾ മനസ്സിലാക്കാതെ സംസാരിക്കുക. നിങ്ങളുടെ കോൺഗ്രസ്സുകാർ പറയുന്നത് ശ്രദ്ധിക്കരുത്. നിയമം ഒന്ന് പഠിച്ച് കാര്യം നോക്കിക്കഴിഞ്ഞാൽ സേനാപതി വേണു BJP പറയുന്നതിനോടൊപ്പം നിൽക്കും. സംശയം പറഞ്ഞത് എന്ത്? നിരവധി നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചു 3 അതിഥികളും. വളരെയധികം നിന്ന് അഡ്വക്കേറ്റ് കെ ഗോപാലകൃഷ്ണൻ, അഡ്വക്കേറ്റ് സേനാപതി വേണു, ഒപ്പം രാഷ്ട്രീയ നിരീക്ഷകൻ സ്റ്റാലിൻ ദേവൻ. ജനൻ ഡിബേറ്റ് പൂർണ്ണമാകുന്നു. നമസ്തേ.